അതെ. ഓക്കെ, കുഴപ്പമില്ല. അതെ. ഓക്കെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രി കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ ഈ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി വായിച്ച് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിനകത്ത് പ്രകാശനം തന്ന ചില ആത്മീക ദൂതുകൾ പങ്കുവെക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളുടെ സർപ്പത്തോട് മതി. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിക്കുമ്പോൾ പെട്ടെന്ന് ആ സ്ത്രീക്ക് അതുവരെ ലഭിക്കാത്ത കഴുകന്റെ 2 ചിറക് കർത്താവ് കൊടുക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലമൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ ആയിരിക്കുമ്പോൾ, യോഹന്നാൻ ഉണ്ടായ ദൈവിക വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം. ഡൊമീഷ്യൻ ചക്രവർത്തി പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാനെ നാട് കടത്തുമ്പോൾ, നമ്മളൊക്കെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നായിരുന്നെങ്കിൽ, ഒന്ന് സഹായിച്ചായിരുന്നെങ്കിൽ, ഒരു വാക്ക് ഫോൺ ചെയ്തായിരുന്നെങ്കിൽ. മാനുഷികമായി യോഹന്നാനും ആഗ്രഹിച്ച് കാണും ഈ പത്മോസിലൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നിരുന്നെങ്കിൽ. പക്ഷെ രക്തബന്ധങ്ങളോ സഹപ്രവർത്തകരോ കൂട്ടുവിശ്വാസികളോ ആരും യോഹന്നാനെ തേടി അവിടെ പോയില്ല. അവർക്കൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും അവരവിടെ പോകാതെ വണ്ണം അവരെ തടയുന്ന ഒരു ഡൊമീഷ്യന്റെ അധികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യോഹന്നാനെ തേടി പത്മോസിലേക്ക് ആരും പോയില്ലെങ്കിലും അവനെ വിളിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ പ്രാപ്തനാക്കിയ ദൈവം സകല പ്രതിസന്ധികളുടെയും വേലിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് ആകാശം ചായ്ച്ച പത്മോസിൽ യോഹന്നാന്റെ അടുക്കലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇന്ന് രാത്രി നമ്മളോ നമ്മുടെ തലമുറകളോ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, ആർക്കും ഇറങ്ങാൻ കഴിയാത്ത വിഷയത്തിന്റെ നടുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്റെ കർത്താവ് ഇറങ്ങി വരുമെന്ന്? അത്ഭുത മന്ത്രി എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന്. എത്ര പ്രതിസന്ധിയാണെങ്കിലും ആ പ്രതിസന്ധികളെല്ലാം പൊട്ടിച്ചുകൊണ്ട് ഞാൻ കടന്നു പോകുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ എനിക്ക് വേണ്ടി ഇറങ്ങാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രികാലം നമ്മൾ സേവിക്കുന്നത്. നാം ദൈവവചനം പഠിക്കുമ്പോൾ പലയിടത്തും ദൈവത്തിന്റെ ദൂതന്മാർ പ്രാർത്ഥന മറുപടിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വചനം പഠിച്ചു നോക്കി, ആരാധിച്ചിടത്തെല്ലാം ദൂതനല്ല, ദൈവം ഡയറക്റ്റ് ആണ് ഇറങ്ങുന്നത്. പത്മോസിൽ കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ദൂതനല്ല ഇറങ്ങിയത്, മാറത്ത് പൊൻകച്ച കെട്ടിയവനായ കർത്താവാണ് ഡയറക്റ്റ് ഇറങ്ങിയത്. പ്രാർത്ഥനാ മറുപടികളും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും ഉൽപ്പത്തി മുതൽ ദൂതന്മാർ ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൂതനല്ല ഇറങ്ങുന്നത്, ഒരു പ്രവാചകനല്ല വരുന്നത്, സ്വർഗം ഡയറക്റ്റ് ഇറങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ശരീരം കൊണ്ട് ഇന്ന് രാത്രി ദൂരസ്ഥരാണെങ്കിലും നാം ഇരിക്കുന്ന മുറിക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ഈ നിയോഗത്തോടെ നാം ദൈവത്തെ സ്തുതിച്ചും ആരാഴ്ച കൊണ്ടിരിക്കുമ്പോൾ ഈ സൂം മീറ്റിംഗിൽ ഇന്ന് രാത്രി ആശീർവാദം പറയുന്നതിന് മുമ്പ് ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവം ഡയറക്റ്റായി എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി നമുക്ക് വേണ്ടി രാത്രി വ്യാപരിക്കാനിടയായിത്തീരും. ആരാധിക്കുന്നിടത്തെല്ലാം ദൈവത്തിന്റെ ദൂതന്മാരല്ല ദൈവമായി ഇറങ്ങുന്നത്. ഇബ്രായ ബാലന്മാർ ഒരിക്കലും പറഞ്ഞല്ലോ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല. 168 അടി ഉയരത്തിൽ ബാബിലോണിന് ആ തീ പൊക്കിയിട്ട് തീയുടെ ചൂട് 7 മടങ്ങ് കൂട്ടുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ പ്രമാണം മുറുകെ പിടിച്ചിരുന്ന ഭക്തന്മാർക്ക് വേണ്ടി ആ തീയുടെ നടുവിൽ ഒരു ദൂതനല്ല വെളിപ്പെട്ടത്, സ്വർഗം ഡയറക്റ്റ് ആ തീയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്ക് ദൈവമക്കളെ, മറ്റാരും കടന്നു പോകാത്ത പരിശോധനയിലൂടെ, ചില തീയിലൂടെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകുന്നത് ഇതുവരെ അനുഭവിക്കാത്ത ആഴമേറിയ ആ ദൈവപുത്രന്റെ സാന്നിധ്യം ശക്തിയോടെ അനുഭവിക്കാനാണെന്ന് ഒന്നുകൂടെ രാത്രി തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കയ്യും കാലും കെട്ടി ആ തീയിലേക്ക് ഇടുമ്പോൾ നെബൂഖദ്നേസർ കാണുന്ന കാഴ്ച
അവർ കെട്ടഴിഞ്ഞ് ആ തീയിലൂടെ നടക്കുന്നു. നടക്കാനല്ല ഇട്ടത്, കത്തിപ്പോകാനാണ് ഇട്ടത്, കരിഞ്ഞു പോകാൻ ഇട്ടത്, ചാരവാകാൻ ഇട്ടത്. പക്ഷേ കെട്ടിപ്പെട്ട് അവരുടെ കയ്യും കാലും കെട്ടി ബന്ധിക്കപ്പെട്ട ആ തീയിലേക്ക് ഇട്ടെങ്കിലും നെബൂഖദ്നേസർ കാണുന്ന കാഴ്ച കെട്ടഴിഞ്ഞ്, കെട്ടിയവരുടെ മുമ്പിൽ കെട്ടഴിഞ്ഞ് അവര് നടക്കുന്ന കാഴ്ചയാണ് നെബൂഖദ്നേസർ കണ്ടത്. ഇന്ന് രാത്രി ദൈവവേദലെ, നീ നടക്കാതെ വണ്ണം ഏത് അന്ധകാരം കെട്ടിവച്ചാലും, നിന്റെ തലമുറ നടക്കാതെ വണ്ണം ഏത് ആഭിചാരം കെട്ടിവച്ചാലും, ആ കെട്ടഴിച്ച് കെട്ടിയവരുടെ മുമ്പിൽ നിന്നെയും നിന്റെ തലമുറകളെയും അത്ഭുതമായി നടത്താൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന് ഈ രാത്രി വിശ്വസിച്ച് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വചനം എന്ന വാൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി അതിശക്തിയോടെ പുറപ്പെട്ട് ചില കെട്ടുകളെ അഴിക്കുന്ന ഒരു രാത്രിയായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് രാത്രി ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഏത് അന്ധകാരം കെട്ടിയാലും, ഏത് ആഭിചാരം കെട്ടിയാലും, ഏത് പൗരോഹിത്യം കെട്ടിയാലും, ഏത് പാരമ്പര്യം കെട്ടിയാലും, കെട്ടിയവർ കാണുക കെട്ടഴിച്ച് എന്നെ പകച്ചവരുടെ നടുവിൽ അവർ കണ്ടു ലക്ഷിക്കേണ്ടതിന് എനിക്ക് വേണ്ടി നന്മയ്ക്കായി അടയാളം ചെയ്ത് ഈ 12-ാം മാസവും അത്ഭുതകരമായി എന്റെ കുടുംബത്തെ നടത്തുമെന്ന്, എന്റെ തലമുറകളെ നടത്തുമെന്ന് ഈ രാത്രി വിശ്വസിച്ച് നമുക്ക് ഈ രാത്രി ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ കിടക്കുമ്പോൾ കർത്താവ് ഡയറക്റ്റ് ഇറങ്ങി വന്നു. ഒരുപാട് വെളിപ്പാടുകൾ ദൈവം കൊടുത്തപ്പോൾ 12-ാം അധ്യായത്തിൽ ഒരു മഹാസർപ്പത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് യോഹന്നാൻ കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഈ ഒരു ഭാഗത്തെ ശുശ്രൂഷിക്കാനൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങി വരുമ്പോൾ എനിക്കിന്ന് രാവിലെ ഈ വചനം സംസാരിക്കണം എന്നൊരു കൺഫർമേഷൻ കിട്ടി. ആ കൺഫർമേഷൻ കിട്ടാൻ കാരണം എനിക്കിന്ന് പകലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ആ മീറ്റിങ്ങിന് വേണ്ടി രാവിലെ 9 മണിക്ക് ഇറങ്ങുമ്പോൾ, പാഴ്സനേജിൽ നിന്ന് കുളിച്ച് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ പാഴ്സനേജിന്റെ ഫ്രണ്ടിൽ ഒരു രക്തയണലി കിടക്കുന്നു. രക്തയണലി ചവിട്ടിയില്ല, എന്റെ വൈഫാണത് കണ്ടത്. നമ്മളെ തീർക്കാൻ വേണ്ടി കയറി വന്നതാണ്. അതിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അന്ന് ആ സമയത്ത് തന്നെ എന്നോട് സംസാരിച്ചു, ഇന്ന് രാത്രി ചില സർപ്പത്തിന്റെ കെട്ട് ഞാൻ അഴിക്കുമെന്ന്. ഇന്ന് രാത്രി ചില കെട്ട് കർത്താവ് അഴിക്കുമെന്ന് പരിശുദ്ധാത്മാവ് അപ്പോ തന്നെ എന്നോട് സംസാരിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നമ്മൾ ആ ദൂതിലേക്ക് കയറുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആ കെട്ടടിച്ച് ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റി നടത്തും. ഒരിക്കൽ കൂടെ സ്നേഹവാക്യം ഒന്ന് വായിച്ച് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. വെളിപ്പാട് 12-ന്റെ 13-14 വാക്യങ്ങൾ. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞെന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. മതി. തള്ളിക്കളഞ്ഞു എന്ന ഈ മഹാസർപ്പത്തിന് ബോധ്യമായപ്പോൾ സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ആ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അതുവരെ ലഭിക്കാത്ത കഴുകന്റെ 2 പുതിയ ചിറക് ഈ സ്ത്രീക്ക് ദൈവം കൊടുക്കുകയാണ്. 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 1 മുതൽ വായിക്കുമ്പോൾ ഈ സ്ത്രീ പലതും ധരിച്ചിട്ടുണ്ട്. സൂര്യനെ ധരിച്ചിട്ടുണ്ട്. അവൾ നിൽക്കുന്ന ചന്ദ്രന്റെ കാൽ കീഴിലാണ്. ഒരു കിരീടം തലയിലുണ്ട്. ആ തലയിലെ കിരീടത്തിൽ 12 നക്ഷത്രങ്ങളുണ്ട്. ഈ സ്ത്രീ ഇതിനു മുമ്പ് പലതും ധരിച്ചിട്ടുണ്ടെങ്കിലും ഉപദ്രവം തുടങ്ങിയപ്പോൾ, പോരാട്ടം തുടങ്ങിയപ്പോൾ, പ്രതിസന്ധി തുടങ്ങിയപ്പോൾ അതുവരെ ധരിക്കാത്ത കഴുകന്റെ 2 പുതിയ ചിറക് പരിശുദ്ധാത്മാവ് അവൾക്ക് നൽകുകയായിരുന്നു. എന്തിനാ ഈ കഴുകന്റെ ചിറക് കൊടുത്തത്? ചിറക് ലഭിക്കുന്നത് ഇഴയാനല്ല, നടക്കാനല്ല. ചിറക് ലഭിക്കുന്ന പറക്കാനാണെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ പോരാട്ടങ്ങളെയും, എല്ലാ വെല്ലുവിളികളുടെയും മീതെ പറന്നു കയറുവാൻ അതുവരെ ധരിക്കാത്ത കഴുകന്റെ 2 പുതിയ ചിറക് അവൾക്ക് കൊടുത്തെങ്കിൽ ഈ രാത്രി വിശ്വസിക്കുക, ഈ ദിവസങ്ങളിൽ ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ മീതെ പറന്നു കയറുവാൻ, ആ വെല്ലുവിളികളുടെ മീതെ പറന്നു കയറുവാൻ ഇതുവരെ ധരിക്കാത്ത ഒരു കൃപാവരത്തിന്റെ ചിറക്,
ഒരു വാക്തത്വത്തിന്റെ ചിറക്, ഒരു അഭിഷേകത്തിന്റെ ചിറക്, ഒരു അവകാശത്തിന്റെ ചിറക് എന്റെ കർത്താവ് എനിക്ക് നൽകി തരുമെന്ന്, ഒരു ശുശ്രൂഷയുടെ ചിറക്, ഒരു വെളിപ്പാടിന്റെ ചിറക് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തരുമെന്ന്, ഒരു സൗഖ്യത്തിന്റെ ചിറക് ദൈവം എനിക്ക് നൽകി തരുമെന്ന് നമുക്ക് ഇന്ന് രാത്രി വിശ്വസിച്ച് ആ ദൈവത്തിന് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോ ദാവീദിന്റെ പ്രാർത്ഥനാ വാചകം എന്താണ്? പ്രാവിനുള്ളത് പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നു പോയേനെ. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്ന് ബന്ധപ്പെട്ട് പറന്നു പോകാൻ എനിക്ക് പ്രാവിനുള്ളത് പോലെ ചിറക് വേണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ, പുതിയ നിയമ ദൈവമക്കളെ, നമുക്ക് പ്രാവിന്റെ ചിറകല്ല വേണ്ടത്, നമുക്ക് കഴുകന്റെ ചിറകാണ് വേണ്ടത്. പ്രാവിന്റെ ചിറക് വന്നാൽ ഒരുപക്ഷെ പ്രതിസന്ധിയുടെ മീതെ പറക്കാൻ പറ്റത്തില്ല. എന്നാൽ കഴുകന്റെ ചിറക് ദൈവം നമുക്ക് തന്ന ഏത് വെല്ലുവിളികളുടെയും ഏത് പ്രതിസന്ധികളുടെ മീതെ നമുക്ക് പറക്കാൻ കഴിയും. കഴിഞ്ഞ 6 ദിവസമായി ഈ സൂം മീറ്റിംഗിൽ ദൈവമക്കൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നതിന്റെ ക്ലൈമാക്സ് എന്താണ്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നും അവർ തളർന്നു പോകാതെ ഓടുമെന്നും ദൈവത്തിന്റെ വചനത്തിനകത്ത് വായിക്കുന്നെങ്കിൽ, ദൈവാത്മാവി രാത്രി പറയുന്നു, പുതുവർഷത്തിലേക്ക് നീ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ, ഈ 12ാം മാസം തന്നെ വെല്ലുവിളിയുടെ മീതെ പറന്നു കയറുവാൻ, പോരാട്ടങ്ങളുടെ മീതെ പറന്നു കയറുവാൻ ഇതുവരെ ധരിക്കാത്ത ഒരു അഭിഷേകത്തിന്റെ ചിറക്, ഒരു ശുശ്രൂഷയുടെ ചിറക് നിന്നെ മാനിപ്പാൻ തക്കവണ്ണം ദൈവം നിന്റെ കുടുംബത്തിന് നൽകി തരുമെന്ന് ഈ രാത്രി ദൈവാത്മാവിൽ ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ ആലോചന അറിയിക്കുമ്പോ, ഉപദ്രവമുണ്ടോ, പോരാട്ടമുണ്ടോ, പ്രതിസന്ധിയുണ്ടോ, ഈ രാത്രി ധൈര്യപ്പെട്. ഇതുവരെ ലഭിക്കാത്ത, ഇതുവരെ ധരിക്കാത്ത പുതിയതൊന്ന് ദൈവം നിന്നെ ധരിപ്പിക്കുക തന്നെ ചെയ്യും. ദൈവം നമുക്ക് നൽകുന്ന ചിറകിന്റെ ഒരു പ്രത്യേകത പറഞ്ഞ് ഞാൻ ഈ വചന വെളിപ്പാടിലേക്ക് കയറുകയാണ്. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവം നമുക്ക് നൽകുന്ന ചിറകിന്റെ ആ ഒരു പ്രത്യേകത പറയാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിനകത്ത് പ്രകാശനം തന്നത് കൊണ്ട് മാത്രം ഞാൻ ആ ഭാഗമൊന്ന് ഓർപ്പിക്കട്ടെ. ദൈവം നമുക്ക് നൽകുന്ന ചിറകിന്റെ പ്രത്യേകത സെക്കരിയാവ് 5:9. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. മതി. ദൈവം 2 സ്ത്രീകളെ പുറത്ത് കൊണ്ടുവന്നു. അതൊരു വലിയ വെളിപ്പാടാണ്. അതിലേക്ക് ഞാൻ പോകുന്നതല്ല. ഈയ പല കൊണ്ടാണ് കർത്താവ് ആ പോരാട്ടത്തെ അടച്ച ആ സ്ത്രീകളെ പുറത്തെടുത്ത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത് പോയാൽ എന്റെ വിഷയം തീർക്കാൻ പറ്റത്തില്ല. ഈയ പല കൊണ്ട് കർത്താവ് ആ പോരാട്ടത്തെ അടച്ച് 2 സ്ത്രീകളെ പുറത്തെടുത്തപ്പോൾ, ആ പുറത്തു വന്ന സ്ത്രീക്ക് ദൈവം കൊടുത്ത ചിറകിൽ എന്തുണ്ടായിരുന്നു? ആ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ചിറക് വീശി അടിക്കുമ്പോഴാണ് കാറ്റ് വരുന്നത്. പക്ഷെ ഇവിടെ ചിറക് വീശി പിടിക്കുമ്പോഴല്ല കാറ്റ്, ആ ചിറകിൽ തന്നെ കാറ്റുണ്ടായിരുന്നു. ചിറക് വീശണ്ട, ചിറക് വിടർത്തി നിൽക്കുമ്പോൾ തന്നെ ആ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. ഏതാണ് ആ കാറ്റ്? ആ കാറ്റാണ് പെന്തക്കോസ്ത് നാളിൽ വീശി അടിച്ച കൊടിയ കാറ്റ്. മർക്കോസിന്റെ മാളിക മുറിയിൽ വീശി അടിച്ച ആ കൊടിയ കാറ്റാണതെങ്കിൽ, ഒരിക്കൽ കൂടെ ഞാൻ ആ ദൂത് പറഞ്ഞ് ഞാൻ ആ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ചിലതിന്റെ മീതെ പറന്നു കയറുവാൻ, ചില പ്രതിസന്ധികളുടെ മീതെ പറന്നു കയറുവാൻ, ചില വെല്ലുവിളിയുടെ മീതെ പറന്നു കയറുവാൻ, നാളുകളായി നിന്റെ കുടുംബത്തെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആ സർപ്പശക്തികളുടെ മീതെ പറന്ന് കയറുവാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിനക്കൊരു പുതിയ ചിറക് നൽകി തരും. ഇന്നലകളിൽ നിന്നെ വീഴ്ത്തി കളയാൻ നോക്കിയ, ഇരുത്തി കളയാൻ നോക്കിയ ചില രോഗശക്തിയുടെ മീതെ പറന്നു കയറുവാൻ ഒരു സൗഖ്യത്തിന്റെ ചിറക് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് നൽകുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് ഈ രാത്രി തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കരങ്ങളെ ഉയർത്തി രാത്രി കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. സ്ത്രീയെ ഉപദ്രവിച്ച ശക്തി, ആ ശക്തി ഒരു സാധാ ശക്തിയല്ല, മഹാസർപ്പമാണ്. അങ്ങനെയാണ് നമ്മൾ വായിച്ചത്. സാധാ ശക്തിയല്ല, ഒരു ലോക്കൽ ശക്തിയല്ല, മഹാസർപ്പം. മഹാസർപ്പം എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളുടെ സർപ്പം. അതാണ് മഹാസർപ്പം എന്ന വാക്കിന്റെ അർത്ഥം, സർപ്പങ്ങളുടെ സർപ്പം. ഇതിനെല്ലാം ക്രോഡീകരിച്ചാണ് പരിശുദ്ധാത്മ പാമ്പുകളെയും തേളുകളെയും. പാമ്പുകൾ അത് ബഹുവചനമാ.
എന്ന് പറഞ്ഞ സർപ്പത്തിന്റെ കീഴിൽ ഒരുപാട് സർപ്പങ്ങളുണ്ട്. മർക്കോസ് പറയുന്ന വിശ്വാസത്താൽ നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചടക്കും. സർപ്പങ്ങളെ, അവിടെ എല്ലാം ബഹുവചനമാണ്. അപ്പോ ഈ സർപ്പത്തിന്റെ കീഴെ ഒരുപാട് സർപ്പങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഇതെല്ലാം തോറ്റുപോയ സർപ്പങ്ങളാണ്. ഇതിന്റെ എല്ലാം തലയെ കർത്താവ് കാൽവരിയിൽ ജയിച്ചതാണ്. ദൈവത്തിന് തൃത്വം ഉള്ളതുപോലെ തന്നെ സർപ്പത്തിനും തൃത്വമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടില്ലായിരിക്കാം, കണ്ടിട്ടില്ലായിരിക്കാം. എന്നാൽ നിങ്ങൾ ഇന്ന് രാത്രി വചനം ഒന്നെടുത്ത് വായിക്കണം. എവിടെയാ സർപ്പത്തിന്റെ തൃത്വം കെടുക്കുന്നത്? പിശാചിന് തൃത്വമുണ്ട്, ദൈവത്തിന് തൃത്വമുണ്ട്, അതുപോലെ തന്നെ സർപ്പത്തിനും തൃത്വമുണ്ട്. വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27 അധ്യായത്തിന്റെ 1 വാക്യം. ഐശയ ചാപ്റ്റർ 27 വേഴ്സ് 1. യെശയ്യാവ് 27 1 വാക്യം. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാഥാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നു. അവിടെ സർപ്പത്തിന്റെ ഒരു 3 പേരുകൾ ദൈവം എഴുതിയിരിക്കുന്നു. ഒന്ന് വിദ്രുത സർപ്പം. ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? ആ വിദ്രുത സർപ്പം എന്ന് ഞാൻ തന്നെ പറഞ്ഞു വിടാം. ഗ്ലൈഡിങ് സർപ്പന്റ്, അങ്ങനെ കൊടുത്തിരിക്കുന്ന ഗ്ലൈഡിങ് സർപ്പന്റ്, പറക്കുന്ന സർപ്പം, അതാണ് വിദ്രുത സർപ്പം. 2 വക്ര സർപ്പം, കോയിലിംഗ് സർപ്പന്റ്, ചുറ്റി വരിയുന്ന സർപ്പം. 3ാമത്തേതാണ് മഹാസർപ്പം. ഈ 3 സർപ്പങ്ങൾക്കും 3 വിധ പോരാട്ടങ്ങളാണ്. വിദ്രുത സർപ്പം അല്ലെങ്കിൽ പറക്കുന്ന സർപ്പം. ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗിൽ എനിക്ക് തോന്നുന്നു 33 പേരുണ്ട്. നിങ്ങൾ പറക്കുന്ന സർപ്പത്തെ കണ്ടിട്ടുണ്ടോ? ശുഭിച്ചായം കണ്ടിട്ടുണ്ടോ? പറക്കുന്ന സർപ്പത്തെ എഴയുന്നതിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ പറക്കുന്നതിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടില്ലെങ്കിൽ വായിച്ചോ, യെശയ്യാവ് 30:6 വായിച്ചോ. പറക്കുന്ന സർപ്പം ഉണ്ടോന്ന് അറിയാം. ഞാനിന്ന് രാത്രി, എനിക്ക് രാവിലെ ആ രക്തയാണലി നമ്മുടെ ചർച്ചയിൽ വന്നപ്പോ തന്നെ കൺഫർമേഷൻ കിട്ടിയതാണ്. ഇന്ന് രാത്രി ചില കെട്ട് അഴിഞ്ഞു പോകുക തന്നെ ചെയ്യും. ചില സർപ്പത്തിന്റെ കെട്ട് കർത്താവ് അഴിച്ചു മാറ്റും. നമുക്ക് ഈ രാത്രി വിശ്വസിക്കാം. വായിക്കാം. യെശയ്യാവ് 30:6. തെക്കേ ദേശത്തിലെ മൃഗങ്ങളെ കുറിച്ചുള്ള പ്രവാചകം. തെക്കേ ദേശത്തെ കുറിച്ചുള്ള മൃഗങ്ങളെ കുറിച്ചുള്ള പ്രവചനം. സിംഹി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം. പറക്കുന്ന സർപ്പം ഉണ്ടോ? പറക്കുന്ന അഗ്നിസർപ്പം, അതാണ് വിദ്രുത സർപ്പം, ഗ്ലൈഡിംഗ് സർപ്പന്റ്, പറക്കുന്ന സർപ്പം. ഈ പറക്കുന്ന സർപ്പത്തെ കുറിച്ചാണ് സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ സങ്കീർത്തനക്കാർ എഴുതി വെച്ച പകൽ പറക്കുന്ന അസ്ത്രം. സങ്കീർത്തനക്കാരൻ അങ്ങനെയാണ് പറയുന്ന, പകൽ പറക്കുന്ന അസ്ത്രം 91 സങ്കീർത്തനത്തിൽ. അപ്പോൾ ഈ പറക്കുന്ന സർപ്പം, പകൽ പറക്കുന്ന അസ്ത്രം ഒരിക്കലും ചുമ്മാ കയറി വരത്തില്ല. എവിടെ നിന്നെങ്കിലും ആരെങ്കിലും തൊടുത്തു വിടുമ്പോഴേ ഈ അസ്ത്രം കയറി വരത്തുള്ളൂ. മറഞ്ഞിരുന്ന് നമുക്കും നമ്മുടെ തലമുറയ്ക്കുമെതിരെ നാം പോലും അറിയാത്ത മണ്ഡലത്തിൽ നിന്ന് അസ്ത്രം തൊടുത്തുവിടും. എവിടെന്നെങ്കിലും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഉന്നം വെച്ച് മറഞ്ഞിരുന്നാണ് ഈ വിദ്രുത സർപ്പം ഇത് തൊടുത്തുവിടുന്നത്. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ, നാം ഒരുമിച്ച് രാത്രി വചനം ധ്യാനിക്കുമ്പോൾ, നമുക്കും നമ്മുടെ തലമുറയ്ക്കെതിരെ ശത്രു ഉന്നം വെച്ച് തൊടുത്തുവിടുന്ന ചില ഉന്നങ്ങളെ, ചില ആഘാത ലക്ഷ്യങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തെറ്റിച്ച് കളയുന്ന ഒരു രാത്രിയായി തീരുവാൻ നമുക്ക് രാത്രി സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കൂടെ രാത്രി പ്രാർത്ഥിക്കാം. ചില ആഘാത ഉന്നങ്ങളെ കർത്താവ് രാത്രി തെറ്റിക്കട്ടെ. നിന്റെ ശരീരത്തെ ഉന്നം വെച്ച് കയറി ചില രോഗശക്തികളെ ദൈവാത്മാവ് ഈ രാത്രി ഒഴിച്ചു മാറ്റി വിടട്ടെ. ഞങ്ങൾ രാത്രി ഒരുമിച്ച് സ്തോത്രം ചെയ്യുകയാണ്. യോബിനെ ഉന്നം വെച്ച് കയറി വന്നപ്പോൾ തൊടാൻ കഴിയാതിരുന്നത് കാരണം ദൈവത്തിന്റെ വേലി അവന് ചുറ്റുമുണ്ടായിരുന്നു. പത്രോസിനെ ഉന്നം വെച്ച് കയറി വന്നതാ. ഗോതമ്പ് പോലെ മാറ്റാൻ പത്രോസിനെ ഉന്നം വെച്ച് കയറി വരുമ്പോൾ സ്വർഗം പറഞ്ഞു, ഇല്ല, തൊടാൻ പറ്റത്തില്ല. യാക്കോബിന് ഉന്നം വെച്ചില്ലല്ലോ, യോഹന്നാന് ഉന്നം വെച്ച്. എന്തുകൊണ്ടാ? പത്രോസിനെ മാത്രം ഉന്നം വെച്ചത് കാരണമുണ്ട്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസിന്റെ കയ്യിലായിരുന്നു.
ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം വിളിക്കപ്പെട്ട അതരത്തിൽ വെളിപ്പാടുള്ള പത്രോസിനെയാണ് ഉന്നം വെച്ചതെങ്കിൽ, വാഗ്ദത്തമുള്ള, അവകാശമുള്ള, ശുശ്രൂഷയുള്ള, കൃപാവരമുള്ള ദൈവം കണ്ട നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും ഉന്നം വെച്ച് കയറി വരുന്ന ചില ആകാത്ത ഉന്നങ്ങളെ, ആ സർപ്പത്തിന്റെ കെട്ടുകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തെറ്റിച്ച് കളയുന്ന ഒരു രാത്രിയായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് രാത്രി ഈ സൂം മീറ്റിംഗ് ഞങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്തിരുന്ന ഞങ്ങൾ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാം പോലും അറിയാതെ നിന്റെ കുഞ്ഞിന്റെ ഭാവിക്കെതിരെ, നിന്റെ കുഞ്ഞിന്റെ കുടുംബജീവിതത്തിനെതിരെ, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, നിന്റെ സാമ്പത്തിക നന്മയ്ക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ശുശ്രൂഷക്കെതിരെ ഉന്നം വെച്ച് കയറി വരുന്ന ആ ഗ്ലൈഡിംഗ് സർപ്പത്തിന്റെ, ആ വിദ്രോഹ സർപ്പത്തിന്റെ, ആ പറക്കുന്ന അഗ്നി സർപ്പത്തിന്റെ ആ പോരുകൾ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ആ പോരുകൾ രാത്രി അഴിച്ചു കളയുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ രാത്രി ജയമെടുക്കുകയാണ്. പകൽ പറക്കുന്ന അസ്ത്രമെന്നും യശയ്യാവിൽ നമ്മൾ വായിച്ചതുപോലെ പറക്കുന്ന അഗ്നി സർപ്പം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ ഗ്ലൈഡിംഗ് സർപ്പന്റ് ആണ്, വിദ്രോഹ സർപ്പമാണ്. എനിക്ക് പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൂടെ ഇതിനകത്ത് പറയാനുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം നിൽക്കുന്നില്ല. രണ്ടാമത്തേതാണ് വക്ര സർപ്പം, കോയിലിംഗ് സർപ്പന്റ്. അതാണ് സർപ്പത്തിന്റെ തൃത്വത്തിന്റെ രണ്ടാമത്തെ ഭാഗം, വക്ര സർപ്പം, കോയിലിംഗ് സർപ്പന്റ് എന്ന് പറയും. വരിഞ്ഞു മുറുകുന്ന, പതുങ്ങിക്കിടന്ന് വരിഞ്ഞു മുറുകുന്ന സർപ്പമാണ് വക്ര സർപ്പം. ഹല്ലേലൂയ. ഇതാണ് മെലീത്ത ദ്വീപിൽ പൗലോസ് ചെല്ലുമ്പോൾ ശീതകാലത്ത് പതുങ്ങിക്കിടന്നത്. പക്ഷെ കത്തിക്കാൻ അറിയാവുന്നവൻ അവിടെ ചെന്നപ്പോൾ അതുവരെ പതുങ്ങിക്കിടന്ന ശക്തി വെളി വന്ന് കത്തിപ്പോയെങ്കിൽ, ഇന്ന് രാത്രി ദൈവമക്കളെ, കത്തിക്കാൻ അറിയാവുന്നവന്റെ മുമ്പിൽ, ആരാധിക്കുന്നവന്റെ മുമ്പിൽ, അകത്ത് തീയുള്ളവന്റെ മുമ്പിൽ ഒരു ശക്തിക്കും ഇന്ന് രാത്രി നിൽക്കാൻ കഴിയത്തില്ല. ഒരു വചന വെളിപ്പാട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ കൊണ്ടിരിക്കുമ്പോൾ തന്നെ തരിക. ഒരു വചന വെളിപ്പാട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആർക്കും ഇന്ന് രാത്രി ഏറ്റെടുക്കാം. പതുങ്ങിക്കിടക്കുന്ന ശക്തിയെ കർത്താവ് ഇന്ന് രാത്രി വെട്ടിക്കളയും. 900 ഇരുമ്പ് രഥങ്ങളും, ഞാൻ ഈ ഭാഗം പ്രസംഗിക്കാനിരുന്നല്ല, പക്ഷെ ഒരു വചന വെളിപ്പാട് ദൈവം കൈമാറുക. 900 ഇരുമ്പ് രഥങ്ങളുമായി സിസരയുടെ സൈന്യം ദൈവജനത്തെ യുദ്ധത്തിന് വരുമ്പോൾ ദെബോർ എന്ന് പറയുന്ന പ്രവാചകിയും രാജാവുമായ ബാലാക്കും കൂടെ ചേർന്ന് യുദ്ധം നടത്തി സിസര സൈന്യം വിട്ട് ഓടി നേരെ യായേലിന്റെ കൂടാരത്തിൽ ചെന്നു. യായേലിന്റെ കൂടാരത്തിൽ ഈ സിസര ചെല്ലുമ്പോൾ അവൻ കുടിപ്പാൻ വെള്ളം ചോദിച്ചു. അവൾ പാൽ തുരുത്തി തുറന്ന് ആ തുരുത്തിയിലെ പാല് ഈ സിസറയെ കുടിപ്പിച്ച് ആ കൂടാരത്തിനകത്ത് അവനെ ഉറക്കി കെടുത്തിയിട്ട് പരവതാനി കൊണ്ട് ആ സിസറയെ മൂടിയിട്ട് കൂടാരത്തിന്റെ കുറ്റിയെടുത്ത് അവന്റെ ചെന്നിക്കടിച്ച് ആ കൂടാരത്തിനകത്ത് പതുങ്ങിക്കിടന്ന ആ പോരിനെ അവൾ ജയിച്ചെങ്കിൽ, നീ പോലും അറിയാതെ നിന്റെ കൂടാരത്തിനകത്ത് പതുങ്ങിക്കിടക്കുന്ന ചില സിസറയുടെ പോരുകളെ, നിന്റെ കുടുംബത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന, നിന്റെ മക്കളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന, നിന്റെ കൂടാരത്തിനകത്ത് പതുങ്ങിക്കിടക്കുന്ന ആ പോരുകളെ ചുറ്റിക എന്ന് പറയുമ്പോൾ എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ഒരു ചുറ്റികയാണെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് വായിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനമാകുന്ന ചുറ്റിക ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പുറപ്പെട്ട നിന്റെ കൂടാരത്തിനകത്ത് പതുങ്ങി കിടക്കുന്ന ആ പോരുകളെ ഇന്ന് രാത്രി കർത്താവ് വെട്ടിക്കളയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് രാത്രി ആ പോരുകളെ വെട്ടുകയാണ്. യേശുവിന്റെ നാമത്തിൽ. കൂടാരത്തിന്റെ ഒരു കുറ്റി, ആ കുറ്റി സിസര വലിച്ചെടുക്കുമ്പോൾ കൂടാരം ചായും. പക്ഷേ യായേലിന്റെ അകത്ത് അവിടെ ഒരു തീരുമാനമെടുത്തു. എന്റെ കൂടാരം ചാഞ്ഞാലും കുഴപ്പമില്ല, എന്റെ ശത്രു ഇന്ന് രാത്രി ഈ കൂടാരത്തിൽ പരാജയപ്പെടണം. എന്റെ ശത്രു ഇന്ന് രാത്രി ഈ കൂടാരത്തിൽ പരാജയപ്പെടണം. കോയിലിംഗ് സർപ്പന്റായി മെലീത്ത ദ്വീപിൽ ഈ അണലി പതുങ്ങിക്കിടന്നു.
തീ കത്തിക്കാൻ അറിയാവുന്നവൻ തീ കത്തിക്കാൻ വിറക് പറക്കുമ്പോൾ അതുവരെ പതുങ്ങിക്കിടന്ന ആ ശക്തി പൗലോസിന്റെ കയ്യെ കയറി തൂങ്ങി. ഹല്ലേലൂയ. ദൈവമക്കളെ, പൗലോസിന്റെ കാലയിലല്ല തൂങ്ങിയത്, കയ്യിലാ തൂങ്ങിയത്. ശരീരത്തിലെ മറ്റൊരവയവത്തിലും ഈ അണലി തൂങ്ങിയില്ല, തൂങ്ങിയത് കയ്യിലാണ്. എന്താ കൈ തൂങ്ങാൻ കാരണം? പിശാച് പറഞ്ഞു, ഇനി നീ ഈ കൈ വെച്ചൊരു ശുശ്രൂഷ ചെയ്യരുത്, ഇനി നീ ഈ കൈ ഉയർത്തി പ്രാർത്ഥിക്കരുത്, ഇനി നീ കൈ വെച്ച് ആരുടെയും തലയെ കൈ വെച്ച് സൗഖ്യമാക്കരുത്, ഇനി ഈ കൈ പൊങ്ങരുത്. കയ്യിൽ കൃത്യമായി അണലി തൂങ്ങുമ്പോ പൗലോസ് അതിനെ കൊടഞ്ഞു കളഞ്ഞുവെന്ന് മാത്രമല്ല, അതിനുശേഷം അടുത്ത വാക്യം വായിക്കുന്നു, പുബ്ലിയോസിന്റെ അമ്മായപ്പൻ പനി പിടിച്ച് കിടക്കുമ്പോൾ അവൻ അകത്ത് ചെന്ന് കൈ വച്ച് ആ മനുഷ്യനെ സൗഖ്യമാക്കി. ചില മിനിറ്റ് മുമ്പ് ഏത് കൈയിലാണോ അണലി തൂങ്ങിയത്, അതേ കൈവച്ച് പൗലോസ് ആ മനുഷ്യനെ സൗഖ്യമാക്കിയെങ്കിൽ, ഏതു വിധത്തിലാണോ ശത്രു നിന്നെ ഒതുക്കാൻ നോക്കുന്നത്, അതേ സ്ഥലത്ത് തന്നെ ഒരസാധാരണ അധികാരം തന്ന്, ഒരസാധാരണ അഭിഷേകം തന്ന് നിന്നെ ഉയർത്താൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഏത് കയ്യിലാണോ ശത്രു തൂങ്ങിയത്, അതേ കൈ വെച്ച് തന്നെ അവൻ സൗഖ്യമാക്കിയെങ്കിൽ, ഏത് വിഷയത്തിൽ നിന്നെ ഒതുക്കാൻ നോക്കിയോ അതേ വിഷയത്തിൽ ദൈവം നിനക്ക് അധികാരം തരാൻ പോകുക. ഏത് രോഗമിട്ട പിശാച് നിന്നെ ഒതുക്കാൻ നോക്കിയോ അതേ രോഗത്തിൽ തന്നെ നിനക്ക് ഒരു അധികാരം തരുന്ന ഒരു ദൈവം ഈ രാത്രി ഉണ്ടെന്ന് നമുക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാം. ഒത്തിരി തെളിവുകൾ ബൈബിളിൽ ഉണ്ട് ദൈവമക്കളെ. മോശെ വെള്ളത്തിനകത്തിട്ട് ഒതുക്കാൻ നോക്കിയത്, നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് വെള്ളത്തിനകത്തിട്ടാണ് മോശെ ഒതുക്കാൻ നോക്കിയതെങ്കിൽ, അതേ വെള്ളത്തിൽ തന്നെ ഒരു അസാധാരണ അധികാരം ദൈവം മോശയ്ക്ക് കൈമാറുകയായിരുന്നു. വെള്ളത്തിലിട്ട് മോശെ ഒതുക്കാൻ നോക്കുമ്പോ നൈൽ നദി അടിച്ച് വെള്ളത്തെ രക്തമാക്കുവാനും, ചെങ്കടലെ വിഭജിച്ച് ഒരു വഴിയാക്കുവാനും, മാറയിലെ വെള്ളത്തെ കമ്പ് വെട്ടിയിട്ട് മധുരമാക്കുവാനും, തീക്കൽപ്പാറയെ അടിച്ച് വെള്ളം പുറപ്പെടുവിപ്പാനും അതേ വെള്ളത്തിന്റെ മേൽ ഒരധികാരം ദൈവം മോശയ്ക്ക് കൊടുത്തെങ്കിൽ, ഇന്ന് രാത്രി ഏതു വിഷയത്തിലാണോ ശത്രു നിന്നെ ഒതുക്കാൻ നോക്കുന്നത്, അതേ വിഷയത്തിൽ ദൈവം നിനക്ക് ഒരധികാരം നൽകാൻ പോകുന്നു, ഒരഭിഷേകം നൽകാൻ പോകുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പതുങ്ങിക്കിടക്കുന്ന പോരാട്ടം, പതുങ്ങിക്കിടക്കുന്ന പൈശാചിക വ്യാപാരം, അതാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. കോയിലിംഗ് സർപ്പന്റ്, വക്ര സർപ്പം. കോരേബിലെ കത്തുന്ന മുൾപടർപ്പിൽ ഒരിക്കൽ മോശ നിൽക്കുകയാണ്. പക്ഷെ മോശയുടെ വടിയിൽ 40 വർഷവുമായി ചുറ്റി വരിഞ്ഞ ഈ വക്ര സർപ്പം ഉണ്ടെന്ന് മോശയ്ക്ക് പോലും മനസ്സിലായില്ലല്ലോ. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി കണ്ടവനല്ലേ മോശ. പക്ഷെ മിദ്യാന്റെ കെട്ടിനകത്ത് 40 വർഷം മോശ ഒതുങ്ങിപ്പോയി. ഒരു ദിവസം യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് മോശ ചെല്ലുമ്പോൾ അവിടെ പ്രത്യേക പദം പറയുന്നു, മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ മോശ എത്തി. നമ്മുടെ എല്ലാവരുടെ മരുഭൂമിക്ക് ഒരപ്പുറം കർത്താവ് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നും മരുഭൂമിയല്ല, ഈ മരുഭൂമിക്ക് ഒരു അപ്പുറമുണ്ട്. ഈ രാത്രി വിശ്വസിക്കുക. എന്നും കഷ്ടതയല്ല, എന്നും പരിശോധനയല്ല, എന്നും വേദനയല്ല. ഈ മരുഭൂമിക്ക് ഒരപ്പുറം വെച്ചിട്ടുണ്ട്. അവിടെ മോശ ഒരസാധാരണ കാഴ്ച കാണുന്നു. മുൾപടർപ്പ് കത്തുന്നെങ്കിലും വെന്തു പോകുന്നില്ല. ഇതിനു മുമ്പ് പല തീയും മോശ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുവരെ കാണാത്ത ഒരു എക്സ്ട്രാ ഓർഡിനറി തീ മോശ കാണുകയാ. കത്തുന്നു, പക്ഷെ വെന്തു പോകുന്നില്ല. മോശയ്ക്ക് മനസ്സിലായി, ഇത് ലോകം കത്തിച്ച തീയല്ല, ദൈവത്തിന്റെ തീയാണ്. ലോകം കത്തിച്ച തീയായിരുന്നെങ്കിൽ പണ്ടേ വെന്തുപോയേനെ. ഇത്രയും കത്തിയിട്ടും വെന്തു പോകാത്തതിന്റെ കാരണം, ഇത്രയും പരിശോധന വന്നിട്ടും
ഇത്രയും നിന്ന വന്നിട്ടും, ഇത്രയും അപമാനം വന്നിട്ടും, ഇത്രയും വേദന വന്നിട്ടും ഇന്നും വെന്തു പോകാതെ ഈ സൂം മീറ്റിങ്ങിനകത്തിരുന്ന് സ്തോത്രം ചെയ്യുന്നതിന്റെ കാരണം ഇത് ലോകം കത്തിച്ച തീയല്ല, ദൈവത്തിന്റെ പരിശോധനയാണ്, ദൈവത്തിന്റെ ശോധനയാണ്, ദൈവത്തിന്റെ തീയാണ്. സഹോദരിമാരെ, ഈ തീക്കകത്ത് നിങ്ങൾ കത്തിപ്പോകത്തില്ല, ചാരമാകത്തില്ല. ദൈവം നിന്നെ പൊന്നുപോലെ പുറത്തെടുത്തിരിക്കും. ദൈവം നിന്നെ തീക്കകത്തുനിന്ന്, ഈ അഗ്നിശോധനക്കകത്തുനിന്ന് നിന്നെ പൊന്നുപോലെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ഇയ്യോബ് പറഞ്ഞത്, നീ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ദാവീദ് പറയുന്നു, ഞങ്ങൾ തീയിലൂടെ കടന്നുപോയി, തീയിലൂടെ വെള്ളത്തിലൂടെ കടന്നുപോയി. വെള്ളി ഊതി കഴിക്കുന്ന പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചു. മുതുകത്തൊരു വലിയ ഭാരം കയറ്റി വെച്ചു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. അനേകരെ ഞങ്ങളുടെ തലയിൽ കയറി ഒടിക്കുമാറാക്കി. 6 കഷ്ടങ്ങൾ ദാവീദ് പറയുന്നുണ്ട്. എടുക്കേണ്ട സങ്കീർത്തനം 66:10 മുതലുള്ള വാക്യങ്ങളിൽ. തീയിലൂടെ കടന്നുപോയി, വെള്ളത്തിലൂടെ കടന്നുപോയി, അനേകരെ തലയിൽ കയറി ഓടിക്കുമാറാക്കി, മുതുകത്ത് വലിയ ഭാരം കയറ്റി വെച്ച് വലയിലകപ്പെടുത്തി. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ അവസാനിച്ചുവെന്നല്ല ദാവീദ് പറഞ്ഞത്, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പരിശോധന കഴിയുമ്പോൾ ഒരു അഭിഷേകത്തിന്റെ സമൃദ്ധി, ഒരു കൃപാവരത്തിന്റെ സമൃദ്ധി ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് നൽകി തരും. നമ്മുടെ ചിന്താവിഷയം, 40 വർഷം മോശയെ ചുറ്റി വരിഞ്ഞത് ആ സർപ്പമാണെന്ന്, ആ വക്ര സർപ്പമാണെന്ന്, ആ കോയിലിംഗ് സർപ്പന്റ് ആണെന്ന് മോശയ്ക്ക് പോലും മനസ്സിലായില്ല. പക്ഷെ കത്തുന്ന മുൾപടർപ്പിൽ മോശ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, മോശേ നിന്റെ വടി താഴെ ഇടുക. ഹല്ലേലൂയ. ഹോരേബിലെ കത്തുന്ന തീയുടെ മുമ്പിൽ മോശ വടിയിട്ടപ്പോൾ സർപ്പമായിട്ടത് മാറി. അതുവരെ ചുറ്റി പറഞ്ഞ ആ പോരാട്ടം വെളിയിൽ വന്നു. മോശയ്ക്ക് പോലും അറിയത്തില്ലായിരുന്നു, കർത്താവേ എന്റെ ഭാവിയെ ചുറ്റി വരിഞ്ഞത്, 40 വർഷം ഞാൻ പിടിച്ചിരുന്ന ഈ അധികാരത്തിന്റെ വടിയെ ചുറ്റി വരിഞ്ഞത് ഈ സർപ്പമായിരുന്നല്ലോ എന്ന് മോശയ്ക്ക് പോലും മനസ്സിലായില്ല. പക്ഷെ കത്തുന്ന മുൾപടർപ്പിൽ അത് വെളിപ്പെട്ട് അന്ന് പകലത് കത്തിപ്പോയെങ്കിൽ ഈ സൂം മീറ്റിംഗിൽ ഇന്നലകൾ വെളിപ്പെടാതെ നിന്നെ വരിഞ്ഞു മുറുക്കിയ ആ സർപ്പത്തിന്റെ കെട്ട് ഈ രാത്രി പുറത്തു വരിക മാത്രമല്ല, ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഒരു നാളും കാണാതെ വേണ്ട. ഇന്ന് രാത്രി ആ പോരുകളെ ദൈവത്തിന്റെ തീയിറക്കി കത്തിക്കുന്ന ഒരു ദൈവ ശബ്ദമാണ് ഈ രാത്രി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ ചുറ്റി വരിയുന്ന, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം ചുറ്റി വരിയുന്ന, നിന്റെ ആരോഗ്യത്തെ ചുറ്റി വരിയുന്ന, നിന്റെ ശരീരത്തെ ചുറ്റി വരിയുന്ന, നിന്റെ ആത്മീയ ചുറ്റി വരിയുന്ന ആ പോരുകളെ ഈ രാത്രി ഞങ്ങൾ ആത്മാവിൽ അഴിച്ചു കളയുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ തീ ഇറക്കി, ദൈവത്തിന്റെ ശക്തി ഇറക്കി, പരിശുദ്ധാത്മാവിന്റെ മഹത്വം ഇറങ്ങി, ഇസ്രായേലിന്റെ പരിശുദ്ധനൊരു ജ്വാലയായി വെളിപ്പെട്ട്, ഒരു തീയായി വെളിപ്പെട്ട് മുള്ളും പറക്കാരെയും ഒറ്റ ദിവസം കൊണ്ട് ദഹിപ്പിച്ചു കളയുമെന്ന് പ്രവാചകൻ യെശയ്യാവ് പറയുന്നെങ്കിൽ, കർത്താവേ ഈ 20-ാമത്തെ ദിവസം, ഈ ഡിസംബർ 20-ാമത്തെ ഈ ദിവസം, ഈ 8:35 ആകുന്ന ഈ സമയത്ത് ഞങ്ങൾ വിശ്വാസത്തോടെ ഈ ദൂത് ഏറ്റെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സമയം തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ചുറ്റി വരിയുന്ന ആ പോരുകളെ, ആ സർപ്പത്തിന്റെ പോരുകളെ, ആ അണലിയുടെ ശക്തികളെ ഈ രാത്രി ഞങ്ങൾ ആത്മാവിൽ ഒരുമിച്ച് ഈ രാത്രി അഴിച്ചു കളയുകയാണ്. ഒന്ന് ഗ്ലൈഡിംഗ് സർപ്പന്റ് ആണ്, അത് പറക്കുന്ന സർപ്പമാണ്. 2 വക്ര സർപ്പമാണ്. വക്രസർപ്പം ഞാൻ പറഞ്ഞു, അത് പതുങ്ങിക്കിടക്കും, ചുരുണ്ടുകൂടും, നമ്മെ വരിഞ്ഞങ്ങ് മുറുക്കും. 40 വർഷം മോശയുടെ വടിയിൽ അതുണ്ടായിരുന്നു. മെലീത്ത ദ്വീപിൽ പൗലോസ് ചെല്ലുമ്പോ പൗലോസിന്റെ കയ്യിൽ തൂങ്ങുന്നുണ്ട്. ദൈവകടന്ന് രാത്രി ഇതൊക്കെ നാം വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം അഴിഞ്ഞുകൊണ്ടിരിക്കുകയും അതും കൂടെ നമ്മൾ വിശ്വസിച്ചോളണം. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വചനം പ്രസംഗിക്കുന്ന ഞാൻ ഇവിടെ ഇരിക്കുന്നു, പക്ഷെ വചനം ഇവിടെ നിൽക്കത്തില്ല, അത് അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ മുറിക്കകത്ത് വചനം പ്രസംഗിക്കുമ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഇരിക്കുന്നുള്ളൂ. നിങ്ങൾ വിശ്വസിക്കണം, വചനം ഇന്ന് രാത്രി അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. അത് എവിടെ ചെന്ന് അഴിക്കണമോ അത് അവിടെ ചെന്ന് അഴിക്കും.
നിന്റെ വിഷയം ഏത് കടലുകൾക്ക് അപ്പുറത്ത് കിടന്നാലും, ലോകത്തിന്റെ ഏത് രാജ്യത്ത് കിടന്നാലും, അവിടെ ചെന്ന് അത് അഴിച്ച് തിരിച്ചു വരുന്ന വചനത്തിന്റെ ശക്തിയാണ് നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നത്. മൂന്നാമത്തെ സർപ്പമാണ് മഹാസർപ്പം. നമ്മളെ ഭാഗമാണ് ഇന്ന് രാത്രി വായിച്ചു കേട്ടത്. ഒന്ന് ഞാൻ പറഞ്ഞു, വക്രസർപ്പമാണ്. രണ്ട്, വിദ്രുത സർപ്പമാണ്. മൂന്ന്, മഹാസർപ്പമാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് ഒന്ന് വരികയാണ്. സ്നേഹ 12-ാം അധ്യായം ഒന്ന് എടുക്കുക. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ഈ മഹാസർപ്പത്തിന്റെ പോരാട്ടം എന്താണ്? എന്താണ് മഹാസർപ്പത്തിന്റെ പ്രത്യേകതകൾ? അതും കൂടെ ഒന്ന് വായിച്ച് ചില വെളിപ്പാടുകൾ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് രാത്രി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മഹാസർപ്പത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. വക്രസർപ്പവും വിദ്രുത സർപ്പമുണ്ട്. അതിന്റെ പ്രത്യേകത പറഞ്ഞു. മഹാസർപ്പത്തിന്റെ പ്രത്യേകത വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കാം. 3-ാം വാക്യം. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അവിടെ വായിക്കുന്നു തീ നിറമുള്ള മഹാസർപ്പം. പുള്ളിക്ക്, ഈ സർപ്പത്തിന് തീയുടെ നിറം മാത്രമേ ഉള്ളൂ, കളറ് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ തീ നമ്മുടെ അകത്താണ്. ഈ കളറ് കാണിച്ച് അവൻ പേടിപ്പിക്കാൻ നോക്കും. പക്ഷെ ഇന്ന് രാത്രി വിശ്വസിച്ചോണം, അവന് തീയുടെ നിറം മാത്രമേ ഉള്ളൂ. അലറുന്ന സിംഹം എന്ന പോലെ. സിംഹമല്ല, യഹൂദ ഗോത്രത്തിന്റെ സിംഹം നമ്മുടെ അകത്താണ്. പിന്നെ പുള്ളി കടലാസ് പൊതിയെന്നൊക്കെ പറയുന്ന പോലെ സിംഹം എന്ന പോലെ അവൻ അഭിനയിക്കും. അങ്ങനെ വായിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് 12-3 തീയുടെ നിറം. പുള്ളിക്ക് തീ ഒന്നും ഇല്ല ദൈവമക്കളെ, തീ നമ്മുടെ അകത്താ. ഈ കളറ് കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുമ്പോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, തീ നമ്മുടെ അകത്താ. പുതിയ നിയമത്തിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ അഭിഷേകം ഇറങ്ങിയപ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്ന നാവ ഇറങ്ങിയത്. അഗ്നിജ്വാല പോലെ പിളർന്ന നാക്കുള്ള ജീവി എന്ന് ശുഭിച്ചാൻ അറിയാമോ? പിളർന്ന നാക്കുള്ള ജീവി ഏതാ ശുഭിച്ച? പിളർന്ന നാക്കുള്ള ജീവി ഒന്ന് ഓൺ ചെയ്ത് പറഞ്ഞേ. പാമ്പ്. ആ, പ്രൈസ് ദി ലോർഡ്. പിളർന്ന നാക്കുള്ള ജീവി പാമ്പാ. പുതിയ നിയമത്തിൽ അഭിഷേകം ഇറങ്ങിയപ്പോൾ പിളർന്ന നാക്ക ഇറങ്ങിയത്. അഗ്നിനാവിന്റെ പിളർന്ന അഭിഷേകമാണ് പുതിയ നിയമത്തിൽ ഇറങ്ങി വന്നത്. എന്താ അങ്ങനെ ഇറങ്ങാനുള്ള കാരണം എന്നറിയാമോ? പഴയ നിയമത്തിൽ ഏദൻ തോട്ടത്തിൽ ഈ പിളർന്ന നാക്കുമായിട്ടാണ് ഈ പാമ്പകത്ത് കയറിയത്. ഈ പിളർന്ന നാക്കുമായിട്ട് തോട്ടത്തിനകത്ത് കയറി ഈ പിളർന്ന നാക്കുമായിട്ടാണ് മനുഷ്യരെ വഞ്ചിച്ചത്, വഴിതെറ്റിച്ചത്. ഈ പിളർന്ന നാക്കകത്ത് കയറിയിട്ട ഈ പാമ്പ്. എന്നാൽ അതേ പിളർന്ന ആ നാക്കുമായി കയറിയ ആ പാമ്പിനെ ചവിട്ടാൻ, ആ പോരാട്ടത്തെ ജയിക്കാൻ പിളർന്ന അഗ്നിനാവിന്റെ അഭിഷേകമാണ് ദൈവം നമ്മുടെ അകത്ത് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവനാ കളറ് മാത്രമേ ഉള്ളൂ, തീ നിറം മാത്രമേ ഉള്ളൂ. ആ തീ നിറം മാത്രം കണ്ട് ഇന്ന് രാത്രി ആരും ആശങ്കപ്പെടേണ്ട. യഥാർത്ഥ ഫയർ നമ്മുടെ അകത്താ, യഥാർത്ഥ തീ നമ്മുടെ അകത്താ. ഇത് മനസ്സിലാക്കിയ ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: നീ എന്റെ ദീപത്തെ കത്തിക്കും, നീ എന്റെ അന്ധകാരം പ്രകാശമാക്കും. അങ്ങനെ ദൈവത്തെ കത്തിച്ചാൽ അടുത്ത വാക്ക് വായിക്കുന്നു: എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എല്ലാ മതിലും സ്തോത്രം പറഞ്ഞാൽ ഉടയത്തില്ല. എരിഹോവിന്റെ മതിലൊക്കെ ചിലപ്പോൾ ആർപ്പിട്ടാൽ ഉടഞ്ഞെന്ന് വരും, പക്ഷെ എല്ലാ മതിലും ഉടയത്തില്ല. ചില മതിലുകളൊക്കെ നമ്മൾ ചാടിക്കടക്കണം. ചില പോരാട്ടങ്ങളെ, ചില വെല്ലുവിളികളെ നമ്മൾ ചാടിക്കടക്കണം. അങ്ങനെ ചാടിക്കടക്കാൻ നമ്മുടെ കയ്യിലുള്ള ഒന്നുകൊണ്ടും കഴിയത്തില്ല. എന്നാൽ ദാവീദ് പറയുന്നു: എന്റെ ദൈവം, എന്റെ കർത്താവ് കത്തിച്ച ഞാൻ അതിനെ ചാടിക്കടക്കും. ഇന്ന് രാത്രി നമ്മുടെ അകത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ ആ തീ ഒന്നാളി കത്തിക്കുമ്പോ ഇടിച്ചെടുത്ത തൊളിവുള്ള ഒലിവെണ്ണ നമ്മുടെ അകത്ത് പകർന്ന് ഒന്നുകൂടി അഭിഷേകത്തിന്റെ തീ ദൈവം നമ്മുടെ അകത്ത് കത്തിക്കുമ്പോ ചില പ്രതിസന്ധികളെ ചാടിക്കടക്കുവാൻ, ചില പോരാട്ടങ്ങളെ ജയിപ്പാൻ ദൈവം നമുക്കെല്ലാം കൃപ തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ മഹാസർപ്പത്തിന് കളറ് മാത്രമേ ഉള്ളൂ. കളറ് കണ്ട് ആരും പേടിക്കണ്ട. തീ നമ്മുടെ അകത്താണ്, ഫയർ നമ്മുടെ അകത്താണ്. അത് എല്ലാ ദിവസവും കത്തിച്ചോളും. വിറകില്ലെങ്കിൽ തീ കെട്ടുപോകും എന്നല്ലേ ബൈബിൾ പറയുന്നത്? വിറകില്ലെങ്കിൽ തീ കെട്ടുപോകും. അങ്ങനെയെങ്കിൽ വാഗ്ദത്തങ്ങളുടെ വിറക് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്.
ഒരുപാട് പ്രാർത്ഥിക്കാൻ വിഷയം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം ഇട്ടങ്ങ് കത്തിച്ചോളണം. പോകട്ടെ, പറഞ്ഞു പോയ സമയം പോകും. 2, ഈ സർപ്പത്തിന്റെ പ്രത്യേകത 4-ാം വാക്യം. നമ്മൾ 3-ാം വാക്യത്തിലാണ് വായിച്ചത്, തീ നിറമാണ്. ഇനി 4-ാം വാക്യം 12:4, ഈ മഹാസർപ്പത്തിന്റെ പ്രത്യേകത. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. മതി മതി മതി. രണ്ടാമത് ഈ സർപ്പം ചെയ്യുന്ന നക്ഷത്രങ്ങളെ നശിപ്പിക്കുക. ഒന്ന്, ഇതിന്റെ തീ നിറമാണ്. 2, നക്ഷത്രങ്ങളെ നശിപ്പിക്കുന്നു. അതിന്റെ ആത്മീക അർത്ഥം മാത്രം ഈ രാത്രി എടുക്കുക. നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുന്നവരെ, കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്നവരെ നശിപ്പിക്കാനാണ് ഈ മഹാസർപ്പം എഴുന്നേറ്റ് വന്നത്. ഇന്ന് രാത്രി നമ്മളും നമ്മുടെ തലമുറകളും ദൈവത്തിന് വേണ്ടി പ്രകാശിക്കേണ്ടവരാണ്. കർത്താവിന് വേണ്ടി പ്രകാശിക്കാൻ ദൈവം നമ്മയും നമ്മുടെ മക്കളെയും കണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കാൻ ദൈവം കണ്ട ചിലതിനെ നശിപ്പിക്കാൻ നോക്കുന്ന ആ സർപ്പത്തിന്റെ പോര് ഈ രാത്രി കർത്താവ് അഴിച്ചു കളയണം. ഹല്ലേലൂയ. കുടുംബമായി കർത്താവിന് മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം കണ്ട ചില വ്യക്തികൾ ഇന്ന് രാത്രി ഈ സൂം മീറ്റിങ്ങിനകത്തുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പേര് വിളിക്കുന്നില്ല, പേരെടുത്ത് പറയുന്നില്ല. കുടുംബമായി കർത്താവിന്റെ വരവ് താമസിച്ചാൽ അതിശക്തമായി കർത്താവിനെ ശുശ്രൂഷിക്കേണ്ട കുടുംബങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. നിങ്ങളെല്ലാം നാളുകൾ ദൈവത്തിന് വേണ്ടി നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കേണ്ടവരാണ്. അങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കേണ്ട ചിലതിനെ ക്ഷീണിപ്പിക്കാനും നശിപ്പിക്കുവാനും തകർക്കുവാനും മഹാസർപ്പത്തിന്റെ പോരുകൾ ഇന്ന് രാത്രി ബലത്തോടെ വരുമ്പോൾ ആ സർപ്പത്തെ ചവിട്ടുവാൻ ഒരഗ്നിയുടെ അഭിഷേകം, പിളർന്ന നാവിന്റെ ഒരഗ്നി അഭിഷേകം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രതിസന്ധികളുടെ മീതെ കയറുവാൻ ഒരു കഴുകന്റെ ചിറക് ഇന്ന് രാത്രിയിലും ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ രാത്രി ജയമെടുക്കുകയാണ്. വിശദീകരിക്കുന്നില്ല, ബാക്കി നിങ്ങൾ ധ്യാനിക്കുക. 3-ാമത്തെ പോരാട്ടം അതിന്റെ 4-ാം വാക്യമാണ്. മഹാസർപ്പത്തിന്റെ 3-ാമത്തെ പോരാട്ടം അതിന്റെ 4-ാം വാക്യം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. വായിച്ചോ, താഴോട്ട് വായിച്ചോ. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നു കളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളിൽ നിന്നു. ശ്രദ്ധിക്കുക, ആ മഹാസർപ്പം മുമ്പിൽ നിന്നു. 1, തീ നിറം. 2, ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നു. 3, മുമ്പിൽ നിന്നു. ഇന്ന് രാത്രി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വഴിയടച്ച് നിൽക്കുന്ന, മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അല്പം കൂടി പ്രാർത്ഥിച്ച് കയറണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും മുൻപിൽ നിൽക്കുന്ന, വഴി അടച്ച് നിൽക്കുന്ന ആ പോരുകളെ ഈ രാത്രി കർത്താവ് വെട്ടിക്കളയും. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും 2 സ്റ്റെപ്പ് പിറകോട്ട് വലിക്കുന്ന, നിന്റെ ഭൗതിക വിഷയത്തിലാണെങ്കിലും ആത്മീക വിഷയത്തിലാണെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയാതെ മുന്നിൽ നിന്ന് വഴി അടച്ചു നിന്ന് പോരാടുന്ന ആ ദുഷ്ട ശക്തിയെ കർത്താവ് രാത്രി വെട്ടിക്കളയുന്ന രാത്രിയാകട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ലോകത്തിലെ 33 കോടി ദൈവങ്ങളും ഒരുമിച്ച് നിന്ന് വെട്ടിയാലും തെളിയാത്ത വഴി ഒറ്റ രാത്രി കൊണ്ട് ചെങ്കടന്റെ ആഴത്തിൽ വെട്ടി മുമ്പിൽ നിന്ന് വഴിയടച്ച രഹബിന്റെ ശക്തികളെ വെട്ടി ജനത്തെ അക്കരെ എത്തിച്ച ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് രാത്രി നിനക്കോ നിന്റെ കുഞ്ഞിന്റെ ഭാവിക്കോ നിന്റെ ശുശ്രൂഷയ്ക്കോ നിന്റെ ഫിനാൻഷ്യൽ മേഖലയ്ക്കോ എതിരെ നിൽക്കുന്ന, മുന്നോട്ട് വിടാതെ വേണം മുമ്പിൽ വഴിയടച്ച് വ്യാപരിക്കുന്ന ആ സർപ്പത്തിന്റെ പോരുകൾ ഈ രാത്രി ഓർമ്മ വെച്ച് സ്തോത്രം ചെയ്ത് ആ പോരുകളെ ഞങ്ങൾ രാത്രി അഴിച്ചു കളയുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത്ഭുത വഴികൾ തുറക്കുന്ന രാത്രിയാകട്ടെ. ചില അസാധാരണ വഴികൾ കർത്താവ് തുറക്കുന്ന രാത്രിയാകട്ടെ. നാളുകളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാനസികമായി ഭാരപ്പെടുന്ന വിഷയത്തിൽ
കർത്താവ് ഒരു വഴി രാത്രി തുറക്കുന്ന രാത്രിയാകട്ടെ. വഴി തുറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, മുന്നോട്ട് നീ പോകത്തില്ല, മുന്നോട്ട് പോക ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് വഴി അടച്ചു നിൽക്കുന്ന ആ മഹാസർപ്പത്തിന്റെ പോര് യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഈ രാത്രി ആ പോരിന് ഞങ്ങൾ ജയമെടുത്ത് ഈ രാത്രി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങളുടെ മുറിക്കകത്തിൽ ഇരുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലതൊക്കെ അഴിഞ്ഞു പോകുന്നെങ്കിൽ വെളിപ്പാടി കാണാൻ പറ്റുന്നുണ്ട്. ചിലതൊക്കെ ഈ രാത്രി കർത്താവ് അഴിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിന്ന് രാത്രി അത് വെളിപ്പാടിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ രാത്രി ചുറ്റി വരിയുന്നതും പറക്കുന്നതും ആമേൻ വഴി അടയ്ക്കുന്നതും നക്ഷത്രങ്ങളെ നശിപ്പിക്കുന്നതും കളറ് കാണിച്ച് പേടിപ്പിക്കുന്നതൊക്കെ ഇന്ന് രാത്രി ഈ വചനം നിനക്ക് വേണ്ടി പുറപ്പെട്ട പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴി അടച്ചു നിൽക്കുന്ന പോരുകളെ കർത്താവ് അഴിക്കും. ഒരു വചന വെളിപ്പാടും കൂടെ കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി എനിക്ക് നൽകുകയാണ്. നമ്മൾ ഈ സ്തോത്രം, നിങ്ങളുടെ സ്തോത്രം ഒന്നും കിട്ടാതെ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, നമുക്കത് അറിയാം. കാരണം സാധാ വചനം നമ്മുടെ ഒരു ചർച്ചിൽ പ്രസംഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി വെളിപ്പാടുകൾ കിട്ടും, ഒത്തിരി നമുക്കത് അറിയാം. പക്ഷെ ഈ സൂം മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് പ്രസംഗിക്കാനായിട്ട്. ഞങ്ങളൊക്കെ നിന്നും ഓടി നടന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരാ. അപ്പൊ ഈ ഓടി നടന്ന് പ്രസംഗിക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ ഇരുത്തി പ്രസംഗിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്കുണ്ട്. എങ്കിലും അല്പത്തിലെ മിനിറ്റ് കൂടെ ഒരു വചന വെളിപ്പാടും കൂടി കർത്താവ് നൽകുക. നാം പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ 3 കാരാഗ്രഹം കാണുന്നുണ്ട്. 3 കാരാഗ്രഹം, ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരാഗ്രഹം. ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ഈ വചന വെളിപ്പാടൊന്ന് ഏറ്റെടുക്കുക. വെളിപ്പാട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ കാണുമ്പോൾ 3 കാരാഗ്രഹമാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ കാരാഗ്രഹം അവിടെ എന്താ സംഭവിച്ചതെന്ന് വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 5:19. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്നു അവരെ പുറത്തു കൊണ്ടുവന്നു. മതി. പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് പിടിച്ചിട്ടപ്പോൾ അവിടെ പറയുന്നു, രാത്രി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി കാരാഗ്രഹത്തിന്റെ വാതിൽ, അവിടെ ഏകവചനമാണ്, ഒരു വാതിൽ തുറന്നു. കാരാഗ്രഹത്തിന്റെ ഒരു വാതിൽ തുറന്നു. എന്നാൽ കാരാഗ്രഹ വാതിൽ തുറന്നെങ്കിലും കാരാഗ്രഹം അങ്ങനെ തന്നെയുണ്ട്. വാതിലെ തുറന്നുള്ളൂ, കാരാഗ്രഹം അങ്ങനെ തന്നെയുണ്ട്. അതേ കാരാഗ്രഹത്തിനകത്ത് 12-ാം അധ്യായത്തിൽ വീണ്ടും പത്രോസിനെ പിടിച്ചിട്ടു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12:10. അവർ 1-ാം കാവലും 2-ാമത്തേയും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിൽക്കലെത്തി. അത് അവിടെ അവർക്ക് എത്ര തുറന്നു? സ്നേഹം അവിടെ എത്ര തുറന്നു? 1-ാം കാവല്, 2-ാം കാവല്, ഇരുമ്പ് ഗേറ്റ്. ആദ്യം എത്രേ തുറന്നുള്ളൂ? ആദ്യം ഒരെണ്ണേ തുറന്നുള്ളൂ. 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരെണ്ണേ തുറന്നുള്ളൂ. പക്ഷേ 5:10 നമ്മൾ വായിച്ചതാ, കാരാഗ്രഹ വാതിൽ ഏകവചനമാ. പക്ഷെ ഈ കാരാഗ്രഹത്തിനകത്ത് വീണ്ടും ഭക്തനെ പിടിച്ചിടുമ്പോൾ 5-ൽ ഒരെണ്ണം തുറന്നെടുത്ത് ഇവിടെ ദൈവം എത്ര തുറന്നു കൊടുക്കുകയാ? ഇവിടെ ദൈവം 3 എണ്ണം തുറക്കുകയാണ്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരെണ്ണേ തുറന്നെങ്കിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ 1-ലധികം വാതിലുകളാ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഒരെണ്ണേ തുറന്നുള്ളെങ്കിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തോ 1-ലധികം വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും. പക്ഷെ ഒരു ദൂതും കൂടെ, അപ്പോഴും കാരാഗ്രഹം അവിടെ തന്നെ കിടക്കുകയാണ്. അല്ലേ? ആണ്. സ്തോത്രം. 5-ാം അധ്യായത്തിൽ ഒരെണ്ണം തുറന്നു, 12-ലേക്ക് വന്നപ്പോൾ കാരാഗ്രഹം അങ്ങനെ തന്നെയുണ്ട്. ഭക്തൻ പുറത്തു വന്നു, സഭ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ 3 തുറന്നു. പിന്നെയും കാരാഗ്രഹത്തിനകത്ത് 16-ാം അധ്യായത്തിൽ വീണ്ടും പിടിച്ചിട്ടു. വായിച്ചേ, 16-ാം അധ്യായത്തിൽ വീണ്ടും പിടിച്ചിടുമ്പോ അവിടെ എന്താ സംഭവിച്ചത്? 16:26. 16:26. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. അവിടെ എത്ര എല്ലാവരുടെയും വാതിലാ തുറന്നത്? സമ്മതം. എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റുമോ? അവിടെ എണ്ണാൻ പറ്റത്തില്ല. ഏതൊക്കെ വാതില് തുറക്കാനുണ്ടോ അതെല്ലാം ദൈവം തുറന്നു കൊടുത്തു. ഒന്നോടെ തന്നെ വെളിപ്പാട് പറയുക, 5-ാം അധ്യായത്തിൽ ഒരെണ്ണേ തുറന്നുള്ളൂ. പക്ഷെ 12-ൽ വന്നപ്പോൾ 3 എണ്ണം തുറന്നു. വീണ്ടും കാരാഗ്രഹത്തിനകത്ത് ഭക്തന്മാരെ പിടിച്ചിടുമ്പോൾ
ഏതൊക്കെ വാതില് തുറക്കാനുണ്ടോ, ഇനി ഒരു വാതിലും തുറക്കാനില്ല എന്ന നിലയിൽ ഏതൊക്കെ വഴി പിശാച് അടച്ചോ, ഏതൊക്കെ വാതിൽ പിശാച് അടച്ചോ, സകല വാതിലുകളും ദൈവം 16-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ച ഭക്തന്മാർക്ക് വേണ്ടി തുറക്കുകയായിരുന്നു. അപ്പൊ തന്നെ ദൈവം ഒരു തീരുമാനം കൂടെ എടുത്തു. ഇനി കാരാഗ്രഹത്തിനകത്ത് എന്റെ ഭക്തന്മാരെ പിടിച്ചിടരുത്. 5-ലും 12-ലും വാതിലും മാത്രമേ തുറന്നുള്ളൂവെങ്കിൽ 12-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും വാതിൽ തുറന്നെടുത്ത് കാരാഗ്രഹം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ 16-ലേക്ക് വരുമ്പോൾ ആ കാരാഗ്രഹത്തിന്റെ അടിത്തറ വരെ കർത്താവ് പൊളിച്ചു കളഞ്ഞെങ്കിൽ നാളുകളായി മുന്നോട്ട് വിടാതെ നിന്നെയും നിന്റെ തലമുറകളെയും ചില കാരാഗ്രഹത്തിനകത്ത്, ചില തടവറയ്ക്കകത്ത് പിശാച് ഒതുക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആ തടവറകളെ പൊളിക്കുക മാത്രമല്ല, നീ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് അത്ഭുത വാതിലുകൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ആ സർപ്പത്തിന്റെ കെട്ടഴിച്ച് നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു രാത്രിയാണെന്ന് ഈ രാത്രി വിശ്വസിച്ച ഈ വചന വെളിപ്പാട് ഏറ്റെടുത്ത് ഈ രാത്രി ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യുക. ചില പാരമ്പര്യത്തിന്റെ കാരാഗ്രഹങ്ങളെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് പൊളിക്കുന്ന രാത്രിയാകട്ടെ. അപ്പനെ പിടിച്ചിട്ട കാരാഗ്രഹത്തിനകത്ത് ഞാൻ മകനെ പിടിച്ചിടുമെന്ന് ശത്രു വാദിക്കുമ്പോൾ, അപ്പൻ രോഗിയാണ്, അതേ രോഗത്തിന്റെ തടവറയ്ക്കകത്ത് ഞാൻ മക്കളെയും പിടിച്ചിടുമെന്ന് ശത്രു വാദിക്കുമ്പോൾ, ചില പാരമ്പര്യത്തിന്റെ കാരാഗ്രഹങ്ങളെ ഈ സ്തോത്രത്തിന്റെ ആരാധന മുമ്പേ ദൈവം ഈ രാത്രി പൊളിച്ചു കളഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു വാതിലല്ല, 3 വാതിലല്ല, ഒരുപാട് വാതിലുകൾ, ഒരുപാട് വാതിലുകൾ. നന്മ തടഞ്ഞ വാതിൽ, സൗഖ്യം വെളിപ്പെടാത്ത വാതിൽ, കുഞ്ഞിന്റെ ഭാവി അടച്ച വാതിൽ, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാതെ ബുദ്ധിയെ കെട്ടിയ വാതിൽ, നിന്റെ ഫൈനാൻസിന്റെ മേഖലകളിൽ ക്രൈസിസ് ഉണ്ടാക്കിയ വാതിൽ, നിന്റെ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകാതെ വണ്ണം ശത്രു അടച്ച വാതിൽ, സർപ്പം മുമ്പിൽ നിന്ന് വഴിയടയ്ക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്കുക, ആർക്കും അടയ്ക്കാതെ വണ്ണം, ആർക്കും അടയ്ക്കാതെ വണ്ണം, ആർക്കും അടയ്ക്കാതെ വണ്ണം ദൈവം നിനക്ക് വേണ്ടി ഈ രാത്രി തുറക്കുന്ന രാത്രിയാകട്ടെ. ജൂഡമാനബല വൈഷമാനബലരികനെ ഉടമനരികന പ്രൗഢമാനബലരികന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ രാത്രി ജയം എടുക്കുകയാ. സർപ്പത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, തീ നിറമാണ്. നിറം മാത്രമേ ഉള്ളൂ കേട്ടോ, പേടിക്കൊന്നും വേണ്ട. 2 നക്ഷത്രങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നു. 3 വഴി അടച്ച് മുമ്പിൽ നിൽക്കുന്നു. എന്നേക്കാൾ സ്പീഡിൽ ആ ക്ലോക്കിന്റെ സൂചി പോകുന്നു. മെസ്സേജിന്റെ പകുതി സമയമേ ആയിട്ടുള്ളൂ, എങ്കിലും ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ നിർത്തും. ബാക്കി നിങ്ങൾ തന്നെ വീട്ടിൽ പോയി ധ്യാനിച്ച് ദൂതുകൾ കണ്ടെത്തുക. 4 ഈ മഹാസർപ്പത്തിന്റെ പോരാട്ടം. 4-ാം വാക്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ അവിടെ മറ്റൊരു പോരാട്ടം കൂടെ കാണുന്നുണ്ട്. 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. വെളിപ്പാട് 4-ന്റെ യെസ്, വെളിപ്പാട് 12-4 തന്നെ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ ആരെ തിന്നുകളയാൻ? ആരെ തിന്നുകളയാൻ? കുട്ടി. അപ്പൊ സർപ്പത്തിന് ആരെ മതി? സർപ്പത്തിന് ആരെ മതി? തലമുറയെ മതി. സർപ്പത്തിന് ആരെ മതി? കുട്ടിയെ മതി. അമ്മയെ വേണ്ട, മാതാപിതാക്കളെ വേണ്ട. സർപ്പത്തിന് കുട്ടിയെ തിന്നണം, തലമുറയെ തിന്നണം. ഇന്ന് രാത്രി ഇതിന്റെ തലമുറയ്ക്കെതിരെ ചാടി വരുന്ന ആ സിംഹത്തിന്റെ അതരം കർത്താവ് അടയ്ക്കാൻ പോവുക. തലമുറയ്ക്കെതിരെ തലമുറയെ മതി. അമ്മയെ വേണ്ട, അമ്മയെ തിന്നണ്ട, തലമുറയെ മതി. ദൈവത്തിന് വേണ്ടി പ്രകാശിക്കേണ്ട, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട തലമുറയ്ക്കെതിരെ ചാടി വരുന്ന ചില സർപ്പത്തിന്റെ കെട്ടുകളെ കർത്താവ് അഴിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി കർത്താവിന് സ്തോത്രം. കുട്ടിയെ തിന്നു കളയണം.
അപ്പോൾ തന്നെ മറ്റൊരു പഠന വെളിപ്പാടും കൂടെ കർത്താവ് നൽകുന്നു. യിരെമ്യാ പ്രവാചകൻ 51:44 വായിക്കുമ്പോൾ, ഞാൻ ബാബേലിൽ ചെന്ന് ബേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ മുഴുവനും ഞാൻ പുറത്തെടുക്കുമെന്നാണ് വായിക്കുന്നത്. എടുത്തിട്ട് വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടുകയാണ്. ഞാൻ ബാബേലിൽ ചെന്ന് ബേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ മൊത്തം ഞാൻ പുറത്തെടുക്കും. ദൈവമക്കൾ, എന്നും നിന്റെ തലമുറയെ വിഴുങ്ങി വെക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്നും നിന്റെ കുഞ്ഞിനെ വിഴുങ്ങി വെക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്നും നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ വിഴുങ്ങി വെക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. വിഴുങ്ങാൻ നോക്കുന്ന സർപ്പത്തിന്റെ കർത്താവ് അഴിച്ചു മാറ്റുക മാത്രമല്ല, നിന്റെ കുഞ്ഞിനെ പുറത്തെടുത്ത് ദൈവം ഒരത്ഭുതമാക്കി മാറ്റും. ദൈവം നിന്റെ തലമുറയെ ഒരത്ഭുതമാക്കി മാറ്റും. കേട്ടോ ശിബുച്ചായ, ദൈവാത്മാ അങ്ങനെ തന്നെ ഈ രാത്രി പറയുന്നു. ദൈവം നിന്റെ തലമുറയെ ഒരത്ഭുതമാക്കി മാറ്റും. ദാവീദ് ഒരിക്കൽ പറഞ്ഞ വാക്കെന്താ? ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. ഒരാൾക്കല്ല, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു എന്ന് ദാവീദ് പാടുമ്പോൾ, ആർക്കൊക്കെ ദാവീദ് അത്ഭുതമായിരുന്നു? ദാവീദിന്റെ ചേട്ടന്മാർക്ക് ദാവീദ് ഒരു അത്ഭുതമായിരുന്നു. കാരണം തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവം മൂലക്കല്ലാക്കി മാറ്റിയത്. ഗോലിയാത്തിന് ദാവീദ് ഒരു അത്ഭുതമായിരുന്നു. കാരണം എന്താ? പലരെയും ജയിച്ച ഗോലിയാത്തിന് ദാവീദിനെ ജയിക്കാൻ പറ്റിയില്ല. ശൗലിന്റെ കുന്തത്തിന് ദാവീദ് ഒരു അത്ഭുതമായിരുന്നു. കാരണം പലവട്ടം കുന്തം എറിഞ്ഞിട്ടും ഒരു കുന്തത്തിന്റെ പാടുപോലും ദാവീദിന്റെ ദേഹത്തില്ല. അങ്ങനെ പലർക്കും ദാവീദ് ഒരു അത്ഭുതമായിരുന്നെങ്കിൽ, നിന്റെ തലമുറയെ പലർക്കും ഒരത്ഭുതമാക്കി മാറ്റുന്ന, എന്നും വിഴുങ്ങി വെക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ദൈവം സന്ദർശിച്ച് പുറത്തെടുത്ത് അത്ഭുതമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങൾ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ തലമുറകളെ വിഴുങ്ങാൻ നോക്കുന്ന, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ വിഴുങ്ങാൻ നോക്കുന്ന, ഞങ്ങളുടെ തലമുറക്കെതിരെ പോരാടി നിൽക്കുന്ന, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന ആ സർപ്പത്തിന്റെ കെട്ട് ഈ രാത്രി ഞങ്ങളുടെ നടുവിൽ അഴിയപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് രാത്രി സ്തോത്രം ചെയ്യുകയാണ്. ഒരിക്കൽ ശിംശോൻ തിമ്നയിലേക്ക് പോവുകയാണ്. തിമ്നയിലേക്ക് പോകുമ്പോൾ പെട്ടെന്നൊരു ബാലസിംഹം അവന്റെ നേരെ ചാടി വന്നു. അവരുടെ നേരെ എന്നല്ല പദം പറയുന്നത്, അവന്റെ നേരെ ചാടി. പ്രതീക്ഷിക്കാത്ത സമയത്തായി സിംഹം. കാരണം മുന്തിരിത്തോട്ടത്തിൽ സിംഹം കയറി വന്നത്. മുന്തിരിത്തോട്ടത്തിൽ സിംഹമൊന്നും വരാൻ സാധ്യതയില്ല. അറ്റ്ലീസ്റ്റ് മുന്തിരിവള്ളി ചെറുകുറുക്കന്മാരെ മുന്തിരിത്തോട്ടത്തിനകത്തുള്ളൂ. പക്ഷെ ഈ സിംഹമാ ചാടി വന്നത് പ്രതീക്ഷിക്കാത്ത സമയത്ത്. അവന്റെ നേരെ ചാടി. അവരുടെ നേരെ എന്നല്ല, അപ്പനും അമ്മയും ശിംശോനും കൂടെ പോകുമ്പോ ഈ സിംഹം അവന്റെ നേരെ ചാടി. അപ്പന്റെ നേരെ അമ്മയുടെ നേരെ ചാടിയില്ല. കാരണം സിംഹത്തിന് അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട, തലമുറയെ മതി. അവന്റെ നേരെ ചാടി. കാരണം ഈ ശിംശോൻ ആരാ? നാളെ ഫെലിസ്ത്യ മണ്ണിൽ ദൈവത്തിന്റെ കൃപ ജ്വലിപ്പിക്കേണ്ടവരാ. 100 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൾ ചേർത്ത് വെച്ച് കെട്ടി ശത്രുവിനെ ജയിക്കേണ്ടവനാ. ഗസയുടെ ക്ഷേത്ര വാതിൽ പൊളിച്ചുകൊണ്ട് ഓടേണ്ടവനാ. കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ശിംശോൻ ആയിരങ്ങളെ കൊല്ലേണ്ടവനാ. ദൈവത്തിന് വേണ്ടി ഫെലിസ്ത്യ മണ്ണിൽ കൃപ ജ്വലിപ്പിക്കേണ്ട ശിംശോനെതിരെ ആ സിംഹം ചാടി വരുമ്പോൾ പെട്ടെന്ന് ഒരു അഭിഷേകം ശിംശോന്റെ മേൽ വന്നിട്ട് ആ സിംഹത്തെ ആട്ടിൻകുട്ടിയെ പോലെ, വന്നത് സിംഹമാണെങ്കിലും അഭിഷേകമുള്ളവന്റെ കൈ വന്നപ്പോൾ അത് ആട്ടിൻകുട്ടിയായി മാറിയെങ്കിൽ, ചാടിയ സിംഹമാണെങ്കിലും ചാടി വന്നപ്പോൾ അത് ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കടന്നെങ്കിൽ, ഈ ദിവസങ്ങളിൽ ചിലതിനെ ദൈവം നമ്മുടെ തലമുറകളെ ഒരു അഭിഷേകം കൽപ്പിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ ചാടി വരുന്ന, അവർ പോകുന്ന വഴികളിൽ അവരെ കീറിക്കളയാൻ ചാടി വരുന്ന ആ പോരുകളെ കീറിക്കളയാ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു അഭിഷേകം അയക്കാൻ ഞങ്ങൾ രാത്രി പ്രാർത്ഥിക്കുകയാണ്. തീ നിറമാണ്, നക്ഷത്രങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നു, മുമ്പിൽ വഴി അടച്ചു നിൽക്കുന്നു, തലമുറയെ വിഴുങ്ങാൻ നോക്കുന്നു. ഇതാണ് ഈ സർപ്പത്തിന്റെ പോരാട്ടം. ഞാൻ ഏകദേശം 7 പോരാട്ടം ഈ 12-ാം അധ്യായത്തിൽ എഴുതി വച്ചെങ്കിലും അതിലേക്ക് ഞാൻ പോകുന്നില്ല. 9-10 വരെ ശക്തമായ നിയോഗം ഉണ്ടെങ്കിൽ പൊക്കോളാൻ എന്നോട് യുവാൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 10 മണി വരെ പോകാൻ എനിക്ക് നിയോഗം ഉണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഞാൻ ബാക്കിയുള്ള പോരാട്ടം എടുക്കുന്നില്ല. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ വന്ന് അവസാനിപ്പിക്കണം. അങ്ങനെ ഈ പോരാട്ടം എല്ലാം കർത്താവ് അഴിച്ച് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പടവെട്ടി അവർ കുഞ്ഞാന്റെ രക്തം ഹേതുവായി ആ ശത്രുവിനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ, തള്ളിയിട്ടുവെന്ന് മനസ്സിലായപ്പോൾ സ്ത്രീയെ ഉപദ്രവിക്കാൻ തുടങ്ങി.
അതാ നമ്മുടെ കുറിവാക്യം. സ്ത്രീയെ ഉപദ്രവിക്കാൻ തുടങ്ങി. കാരണം ഈ സ്ത്രീ സാധാരണ സ്ത്രീയല്ല, ഇവൾ വാക്തത്വമുള്ള സ്ത്രീയാണ്. ഇവളുടെ അകത്ത് ഒരാൺകുട്ടി കിടക്കുന്നുണ്ട്. ഇത് സാധാരണ സ്ത്രീയല്ല, ഇവൾ വാക്തത്വമുള്ള സ്ത്രീയാ. ഇന്ന് രാത്രി എല്ലാവർക്കും പോരാട്ടം ഇല്ലാട്ടോ, വാക്തത്വം ഉള്ളവർക്ക് പോരാട്ടം ഉണ്ട്. നിന്നോടല്ല പോരാട്ടം, നിന്റെ വാക്തത്വങ്ങളോടാ. കാരണം നിന്റെ അകത്ത് ചില വാക്തത്വങ്ങൾ മറന്നു കിടക്കുന്നുണ്ട്. ഒരു ശുശ്രൂഷ മറന്നു കിടക്കുന്നുണ്ട്, ഒരു അഭിഷേകം മറന്നു കിടക്കുന്നുണ്ട്, ഒരു അവകാശം മറന്നു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാ പോരാട്ടം. പക്ഷെ ഈ പോരാട്ടം നമ്മൾ വായിക്കുന്നത് വെളിപ്പാടിലാണെങ്കിലും ഈ പോരാട്ടം തുടങ്ങിയത്, ഈ സ്ത്രീയോടുള്ള പോരാട്ടം തുടങ്ങിയത് വെളിപ്പാടിലല്ല, അത് ഉൽപ്പത്തി തുടങ്ങിയ പോരാട്ടം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് ഒരു വാക്തത്വം കിട്ടിയ അന്ന് മുതൽ പോരാട്ടം തുടങ്ങിയതാണ്. പ്രീസലോ, വാക്തത്വം കിട്ടിയത് വെളിപ്പാടിലല്ല, വാക്തത്വം കിട്ടിയത് ഉൽപ്പത്തിയില. അന്ന് മുതൽ പോരാട്ടം തുടങ്ങിയത്. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയുന്നു, നമ്മോടല്ല പോരാട്ടം, അകത്തൊരു വാക്തത്വം ഉള്ളത് കൊണ്ടാ. വലിയ വാക്തത്വമാണെങ്കിൽ വലിയ പോരാട്ടമാണ്. 1 കോടി രൂപയുടെ വാക്തത്വം ഉണ്ടെങ്കിൽ 1 കോടി രൂപയുടെ പോരാട്ടവും കാണും. 10 രൂപയുടെ വാക്തത്വം ഉണ്ടെങ്കിൽ 10 രൂപയുടെ പോരാട്ടമേ ഉള്ളൂ. ഇപ്പൊ മറ്റുള്ളവർക്കില്ലാത്ത പോരാട്ടം ഉണ്ടെങ്കിൽ ഓർത്തോ, അവർക്കില്ലാത്ത വാക്തത്വം നിന്റെ തലയിൽ ഉള്ളത് കൊണ്ടാണ്. അവർക്കില്ലാത്ത വാക്തത്വം നിന്റെ കുടുംബത്തിനകത്ത് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ പോരാട്ടം തുടങ്ങി. ഇപ്പൊ പിശാചിന് മനസ്സിലായി, സർപ്പത്തിന്റെ തല തകർക്കാൻ ഒരുവൻ കയറി വരുന്നുണ്ട്. പിശാച് ഓർത്തു, സ്ത്രീയുടെ സന്തതിയാണോ തകർക്കുന്നത്, അത് ഹാബേലായിരിക്കും. അതുകൊണ്ടാണ് വയലിൽ വെച്ച് ഹാബേലിനെ കൊന്ന് കായിനെ പിന്മാറ്റക്കാരനാക്കിയിട്ട് നേരെ കിഴക്കോട്ട് ഓടിച്ചത്. കാരണം പിശാച് ഓർത്തു, ഈ സ്ത്രീയുടെ സന്തതി ആരായിരിക്കും, ദൈവത്തെ ആരാധിക്കുന്ന ഹാബേലായിരിക്കുമെന്ന് ചിന്തിച്ച് പിശാചിന് അറിയത്തില്ല ഇത് ആരാണെന്ന്. അതുകൊണ്ട് ഹാബേലിനെ കൊല്ലാൻ നോക്കി. പക്ഷേ ദൈവം ഹാബേലിനെ കൊന്ന, ഈ കായൻ കൊന്ന ഹാബേലിന് പകരം ഒരു ഏനോശിനെ ദൈവം വീണ്ടും കൊടുത്തു. അവന്റെ നാമത്തിൽ മുടങ്ങിക്കിടന്ന ആരാധന പുനഃസ്ഥാപിച്ച് ഏനോശിന്റെ തലമുറയിൽ നിന്ന് ദൈവത്തിന് വേണ്ടി പ്രവചിക്കുന്ന ഒരു ഹാനോക്കിനെ കർത്താവ് എഴുന്നേൽപ്പിച്ച് ദൈവത്തോട് കൂടെ കർത്താവിനെ നടത്തി. ഒരു കുടുംബത്തെ, ഹാനോക്കിന്റെ കൊച്ചുമകനെ 8 മക്കളെ പെട്ടകത്തിനകത്താക്കി ദൈവം വീണ്ടും പുറത്തു കൊണ്ടുവന്ന് അബ്രഹാമിനെ പുറത്തെടുത്ത്, ഇസഹാക്കിനെ പുറത്തെടുത്ത്, യാക്കോബിനെ പുറത്തെടുത്ത്, ആ യാക്കോബിന്റെ 12 മക്കളാകുന്ന ഇസ്രായേൽ ഗോത്രത്തെ പുറത്തെടുത്തു. ആ ഇസ്രായേൽ ഗോത്രമാണ് വെളിപ്പാടിൽ പറയുന്ന ഈ സ്ത്രീ എന്ന് പറയുന്ന, ഈ വെളിപ്പാടിൽ പറയുന്ന സ്ത്രീ. ഞാൻ 2 മിനിറ്റ് കൊണ്ട് ആ ഭാഗം ഓടിച്ചു പറഞ്ഞത് സമയമില്ലാത്തത് കൊണ്ട്. ഈ സ്ത്രീയെ കുറിച്ച് സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചു 129:1, ബാല്യം മുതൽ അവരെന്നെ ഉപദ്രവിച്ചു. അപ്പൊ ഈ ഉപദ്രവം എന്ന് തുടങ്ങിയതാ? ബാല്യം മുതൽ. 129:1-2 വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്ന, ബാല്യം മുതൽ അവർ എന്നെ ഉപദ്രവിച്ചു. ലോക ചരിത്രത്തിൽ ഇസ്രായേലിനെ പോലെ ഉപദ്രവിക്കപ്പെട്ട വേറൊരു ജാതിയില്ല. 400 വർഷം ഇസ്രയേലിലും 70 വർഷം ബാബിലോണിലും അശൂരിലും 31 രാജാക്കന്മാരും 7 കനാന്യ ജാതികളൊക്കെ ഉപദ്രവിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ. എന്താ അതിന് കാരണം? കാരണം ഒരാൺകുട്ടി മറന്നു കിടക്കുന്നുണ്ട്, വാക്തത്വം മറന്നു കിടക്കുന്നുണ്ട്. പക്ഷെ ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയെ കർത്താവ് പുറത്തെടുത്ത് ഒരു വാക്തത്വം കൊടുത്തു. ആ വാക്തത്വം ഞാൻ 3 വാക്യം വായിച്ച് അവസാനിപ്പിക്കുന്ന സമയമില്ലാത്തത് കൊണ്ട്, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ദൈവം പുറത്തെടുത്ത് അവർക്കൊരു വചനം കൊടുത്തു. ആ സ്ത്രീയുടെ ഉദരത്തിലേക്ക് ദൈവം ഒരു വചനം കൊടുത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കാം. യെശയ്യാവ് 9:8. കർത്താവ് യാക്കോബിൽ ഒരു വചനം അയച്ചു, അത് ഇസ്രായേലിന്മേൽ വീണുമിരിക്കുന്നു. മതി മതി. ദൈവം ഇസ്രായേൽ എന്ന സ്ത്രീക്ക് ഒരു വാക്തത്വം കൊടുത്തു, വചനം കൊടുത്തു. അത് ഇസ്രായേലിൽ ചെന്ന് വീണു. വചനം കൊടുത്തു, ഇസ്രായേലിൽ ചെന്ന് വീണു. വീണ അന്ന് മുതൽ പോരാട്ടം തുടങ്ങിയതാ. വീണ അന്ന് മുതൽ ഉപദ്രവം തുടങ്ങിയതാ. ഒന്നോടെ ഞാൻ പറയുന്നു, നിന്നോടല്ല പോരാട്ടം, നിന്റെ വാക്തത്വങ്ങളോടാണ്. ഈ വാക്തത്വം പുറത്തു വരാതിരിപ്പ. ഈ വചനം, കാരണം ഈ വചനമാണ് വചനം ജഡമായി തീർന്ന ക്രിസ്തു. ദൈവം കൊടുത്ത വചനം, അതാണ് വചനം ജഡമായി തീർന്ന ക്രിസ്തു. ഈ വാക്തത്വം പുറത്തു വരാതിരിപ്പ. ദൈവം അയച്ച വചനം ഉരുവായി ഇസ്രായേൽ ചെന്ന് വീണ വചനം
ആ ആൺകുട്ടി പുറത്തു വരാതിരിപ്പാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം പിശാച് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവ് വീണ്ടും അരുളി ചെയ്തു, എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അത് വെറുതെ തിരിച്ചു വരത്തില്ല. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ തിരിച്ചു വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ചിരിക്കും. ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ചിരിക്കും. എന്തുകൊണ്ടാ ഇത്ര പോരാട്ടം എന്നറിയാമോ? വായിക്കാം മീക പ്രവാചകന്റെ പുസ്തകം. ഞാൻ വിശദീകരിക്കാതെ ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാ. മീക പ്രവാചകന്റെ പുസ്തകം. ഉരുവായി, പക്ഷെ പ്രസവിക്കാനുള്ള സമയമായിട്ടും പ്രസവം നടക്കുന്നില്ല, ഡെലിവറൻസ് നടക്കുന്നില്ല, അത് പുറത്തു വരുന്നില്ല. എങ്ങനെയൊക്കെ തടയാൻ നോക്കിയോ അങ്ങനെയെല്ലാം ശത്രു തടയാൻ നോക്കി. വചനം അയച്ചു, അത് ഉരുവായി പുറത്തു വരാതെ വെളിപ്പെടാതെ ശത്രു തടയാൻ നോക്കുമ്പോ മീഖ 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യം വായിക്കാം. മീഖ 4:9-10 വാക്യം. നീ ഇപ്പോൾ ഇത്ര ഉറക്കെ നിലവിളിക്കുന്നത് എന്തിന്? ഉറക്കെ നിലവിളിക്കുന്ന എന്താ? നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചു പോയോ? നിന്റെ അകത്തുള്ളത് വെറും ഒരു മനുഷ്യനല്ല, രാജാവാണ്. ഈ രാത്രി മറക്കരുത്. നിന്റെ അകത്ത് വെറും ഒരു മന്ത്രിയല്ല, അത്ഭുത മന്ത്രിയാ. ഇത് അകത്തുള്ളത് കൊണ്ടായി പോരാട്ടം, ചുമ്മയല്ല പോരാട്ടം. നിന്റെ അകത്തുള്ളത് വലിയ വാക്തത്വമാ, അതുകൊണ്ടാ പോരാട്ടം. അകത്ത് വായിച്ചോ, അകത്ത് രാജാവില്ലയോ, മന്ത്രി ഇല്ലയോ? ഈറ്റുനോവ് കിട്ടിയവളെ പോലെ നിനക്ക് വേദന പിടിപ്പാൻ എന്ത്? വേദന പിടിപ്പാൻ എന്ത്? വേദനയുണ്ട്, പക്ഷെ പ്രസവം നടക്കണമെങ്കിൽ വേദന മാത്രം പോരാ, ശക്തിയും കൂടെ വേണം. ഒരു ഡെലിവറൻസ് നടക്കണമെങ്കിൽ 2 കാര്യം സംഭവിക്കണം. വേദനയും വേണം, ശക്തി വേണം. മറ്റൊരു ഭാഗത്ത് യെശയ്യാവ് പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് പ്രസവിപ്പാൻ സമയമായി, പക്ഷെ പ്രസവിക്കാൻ എന്തില്ല, ശക്തി ഇല്ലെന്ന് മറ്റൊരു ഭാഗത്ത് യെശയ്യാവ് പറയുന്നുണ്ട്. അപ്പൊ ശക്തിയും കൂടെ വേണം. ഡെലിവറൻസ് നടക്കണമെങ്കിൽ വേദന മാത്രം പോലെ ശക്തിയും വേണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അങ്ങനെ ശക്തിയെ പുതുക്കിയപ്പോൾ ഡെലിവറൻസ് നടന്നു. ആ നടന്ന ഭാഗം കൂടെ ഞാൻ ഇന്ന് രാത്രി വായിച്ച് അവസാനിപ്പിക്കുക. എവിടെയാ ഡെലിവറൻസ് നടന്നത്? വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. യെശയ്യാവ് 66-ന്റെ 8-9 വാക്യങ്ങൾ. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോന് നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. യെസ്, ഡെലിവറൻസ് വന്നു, ശക്തി വന്നു, വേദന വന്നു. വായിച്ചോ, പ്രസവിച്ചു. അടുത്ത വാക്ക്, ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ദൂതാണ് ഏറ്റെടുക്കുക. പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ? ഇതിന്റെ വിഷയം വാതിക്കലെത്തിയിട്ടുണ്ട്. പ്രസവദ്വാരത്തിങ്കൽ ആ വിഷയം വന്നു കഴിഞ്ഞു. ദൈവാത്മാവ് രാത്രി പറയുന്നു, ഒന്ന് ശക്തിപ്പെട്ടാൽ ഇന്ന് രാത്രി വിടുതൽ പുറത്തു വരും. ഇന്ന് രാത്രി അത്ഭുത മന്ത്രി നിനക്ക് വേണ്ടി പുറത്തു വരും. ഇന്ന് രാത്രി ഒന്നുകൂടെ ശക്തിപ്പെട്ടാൽ, ഒന്നുകൂടി ബലപ്പെട്ടാൽ ആ രാജാവ് നിനക്ക് വേണ്ടി പുറത്തു വരും. പ്രസവദ്വാരത്തിങ്കിൽ ആ വിഷയം വന്നു കഴിഞ്ഞു. ഒരുപാട് വചന വെളിപ്പാടുകൾ ആ ഭാഗത്ത് നിന്ന് പറയാനുണ്ടെങ്കിലും എന്റെ സമയം കഴിഞ്ഞ് മുന്നോട്ട് പോയതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രസവദ്വാരത്തിങ്കിൽ ആ വിഷയം വന്നു. വാതിക്കൽ ആ മറുപടി എത്തിയിട്ടുണ്ട്. ഈ സൂട്ട് മീറ്റിംഗ് ഇന്ന് രാത്രി എന്നെ കേൾക്ക് ദൈവമക്കളെ, വിഷയം വാതിക്കൽ എത്തിക്കഴിഞ്ഞു. നാളുകളായി നീ പ്രാർത്ഥിച്ച നിന്റെ വാഗ്ദത്തം, നാളുകളായി തടഞ്ഞ ആ കെട്ടിന്ന് രാത്രി കർത്താവ് അഴിച്ചുവെന്ന് മാത്രമല്ല, നിന്റെ കുഞ്ഞിന്റെ വിഷയം വാതിക്കൽ എത്തിക്കഴിഞ്ഞു. നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി എത്തിക്കഴിഞ്ഞു. ഇന്ന് രാത്രി ഒന്നുകൂടെ ശക്തിപ്പെട്ടാൽ, ഒന്നുകൂടി ബലപ്പെട്ടാൽ ഇന്ന് രാത്രി അത്ഭുത മന്ത്രി നിനക്ക് വേണ്ടി പുറത്തു വരും. ആ വാഗ്ദത്തം പുറത്തു വരും, ആ അഭിഷേകം പുറത്തു വരും. എല്ലാവർക്കും പോരാട്ടമില്ല, വാഗ്ദത്തമുള്ളവർക്ക് പോരാട്ടമുണ്ട്. ഒരു വചനം കൂടെ ഞാൻ ഇന്ന് രാത്രി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു കഴുത കെട്ടപ്പെട്ട് കിടക്കുകയാണ്. സാധാരണ കഴുതയെ ആരും കെട്ടാറില്ല. കഴുത ഹിംസ്ര ജീവിയല്ല, ഉപദ്രവകാരിയായ ജീവിയല്ല. പക്ഷെ കഴുത കെട്ടപ്പെട്ട് കിടക്കുകയാ. എന്തുകൊണ്ടാണ് ഈ കഴുതയെ കെട്ടിയത്? ഈ കഴുത സാധാരണ കഴുതയല്ല, ഇത് വാഗ്ദത്തമുള്ള കഴുതയാ. ഈ കഴുത ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് സക്കരിയ പ്രവാചകൻ പ്രവചിച്ചു, സിയോൻ പുത്രിയെ, നിന്റെ രാജാവ് കുതിരപ്പുറത്ത് വരുമെന്നല്ല, കഴുതപ്പുറത്ത് കയറി വരും. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു വാഗ്ദത്തം ഈ കഴുതയ്ക്കുണ്ട്. ഈ കഴുത യേശുവിനെ ചുമക്കേണ്ട കഴുതയാ. ഈ കഴുത നസ്രയന്റെ സാന്നിധ്യം ചുമക്കേണ്ട കഴുതയാ.
കർത്താവിനെ ചുമക്കേണ്ട കഴുത, വാഗ്ദത്തമുള്ള കഴുതയെ ചില സമയത്തേക്ക് കെട്ടിയിട്ടെങ്കിലും സമയമായപ്പോ ദൈവത്തിന്റെ അഭിഷിക്തനെ അഴിച്ച ആ കെട്ടഴിച്ച ദൈവം ആ കഴുതയുടെ മേൽ വാഹനമേറിയെങ്കിൽ വാഗ്ദത്തമുള്ളതിനെ, ദൈവത്തിന് വേണ്ടി കണ്ടതിനെ, ദൈവ സാന്നിധ്യം ചുമക്കേണ്ട നിന്നെ എന്നും കെട്ടിയിടാ ദൈവം അനുവദിക്കത്തില്ല. ഈ തലമുറയിൽ ദൈവ സാന്നിധ്യം മറ്റാരും ചുമക്കാത്ത നിലയിൽ ചുമക്കുക നിന്നെ നിന്റെ മക്കളെയും ദൈവം കണ്ടത് കൊണ്ട് ഇന്ന് രാത്രി കർത്താവ് തന്ന അധികാരത്തോടെ, കർത്താവിന്റെ അഭിഷേകത്തോടെ ഞാൻ ഇന്ന് രാത്രി ആ കെട്ട് അഴിച്ചു കളയുകയാണ്. ദൈവ സാന്നിധ്യം ചുമക്കുക. ഈ തലമുറയിൽ ദൈവം നിന്റെ മക്കളെയും ഒരുമിച്ച് കണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും പോരാട്ടമില്ല, വാഗ്ദത്തമുള്ളവർക്ക് പോരാട്ടമുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചാട്ടെ, എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചാട്ടെ. അഭിഷേകത്തിന്റെ ചിറക് ദൈവം നിനക്ക് തരിക. ആ സർപ്പത്തിന്റെ പോരുകളെ മീതെ പറക്കാൻ, വാഗ്ദത്തങ്ങൾ രാത്രി പറന്നു കയറുവാൻ ഇതുവരെ ധരിക്കാത്ത ഒരു ചിറക് രാത്രി ദൈവം നിനക്ക് നൽകട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് അത് നൽകട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചില വാഗ്ദത്തങ്ങളുടെ ചിറക്, ഒരു കൃപ വരത്തിന്റെ ചിറക്, ഒരു അഭിഷേകത്തിന്റെ ചിറക് ഈ രാത്രി ജനത്തിന് മേൽ കർത്താവ് നൽകട്ടെ. ആ ഗ്ലൈഡിങ് സർപ്പത്തിന്റെ പോരുകൾ, വർക്ക സർപ്പത്തിന്റെ പോരുകൾ, മഹാസർപ്പത്തിന്റെ പോരുകൾ, വഴി അടച്ചു നിൽക്കുന്ന, കളറ് കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുന്ന, നക്ഷത്രങ്ങളെ നശിപ്പിക്കുന്ന, തലമുറകളെ വിഴുങ്ങാൻ നോക്കുന്ന ആ പോരുകൾ ഈ രാത്രി അഴിയട്ടെ. വാഗ്ദത്തമുണ്ടെങ്കിലും വെളിപ്പെടാതെ, പ്രസവധാരത്യങ്ങൾ വന്നിട്ടും വെളിപ്പെടാതെ നിൽക്കുന്ന ചില വാഗ്ദത്തങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ആശീർവാദം പറയുന്നതിന് മുമ്പ് ശക്തിയോടെ ഞങ്ങളുടെ കരങ്ങളിൽ എത്തുവാൻ ഞങ്ങൾ രാത്രി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ രാത്രി കേട്ടതുപോലെ ചില അടിത്തറകളെ, കാരാഗ്രഹത്തിന്റെ അടിത്തറകളെ ഇളക്കി സകല വാതിലുകളും തുറക്കുന്ന ദൈവശക്തി ഈ രാത്രി വ്യാപരിപ്പാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. രാത്രിയെ കെട്ട് കർത്താവ് അഴിച്ചിട്ടുണ്ട്, ആ പോര് കർത്താവ് അഴിച്ചിട്ടുണ്ട്. ഇന്നു പകൽ ഞാൻ അണലി ചാടി വന്നപ്പോൾ, ഞങ്ങളുടെ പാർശ്വത്തിനകത്ത് ആ രക്ത അണലി ഞങ്ങളെ തീർക്കാൻ കടന്നു വന്നപ്പോൾ ദൈവാത്മാവ് അത് കണ്ടെത്തി അതിനെ കൊന്നതുപോലെ ഈ വചന ശുശ്രൂഷയിൽ ഇന്ന് രാത്രി ചില അണലി ശക്തികൾ കത്തിപ്പോയിട്ടുണ്ട്. കത്തുന്ന മുൾപടർപ്പിൽ മോശ വടിയിട്ട് 40 വർഷം ചുറ്റി വരുന്ന ആ കെട്ട് അഴിഞ്ഞതുപോലെ ഇന്ന് രാത്രി ചിലത് കത്തിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു.